മൂന്നാമത് തനുമാനസ. അത് നിധിധ്യാസനത്തിന്റെ പ്രാഥമിക അവസ്ഥയാണ്. അപ്പോ ഒന്ന് ശ്രവണം, അത് കഴിഞ്ഞ് മനനം, അത് കഴിഞ്ഞ് മനനമാണ് സുവിചാരണയിൽ കണ്ടത്. ഇപ്പൊ ശുഭേച്ഛയില് വെച്ചയാൾ ഇച്ഛയെ ശുഭമാക്കി വിചാരണ ചെയ്ത്, അതായത് മനനം ചെയ്ത് മനനത്തിലുറച്ച് തനുമാനസയിലെത്തുമ്പോൾ നിധിധ്യാസനത്തിന്റെ പ്രാഥമിക അവസ്ഥ തുറക്കുകയായുള്ളൂ. ആ സമയത്ത് മനസ്സിൽ സങ്കല്പ വികല്പാദികൾ തനു രൂപത്തിലുള്ളവാകുന്നു. സൂക്ഷ്മരൂപത്തിൽ തനുത്വം, സൂക്ഷ്മത്വം. ഇപ്പൊ സങ്കല്പ വികല്പാദി തനു എന്നതിന് പറയാം, അതുണ്ടാകും. ബ്രഹ്മാകാര വൃത്തിപ്രവാഹം നടക്കും. അപ്പം ഈ കർമ്മമെല്ലാം അടങ്ങി കർമ്മത്തെയും കർമ്മം ചെയ്യുന്നവനെയും കർമ്മത്തിന്റെ പൊരുളിനെയും ആ കർമ്മമുളവാക്കുന്ന പ്രശ്നങ്ങളെയും ഒന്നിച്ച് കണ്ട് സാക്ഷിയായ തന്നിൽ ഈ കർമ്മങ്ങളൊന്നും ലേശവും പറ്റുന്നില്ലെന്ന് ആനുഭൗതികമായി അവൻ അറിയും. ഇതാണ് ശരിയായ അറിവ്. അതുകൊണ്ടാണ് സമാധാനമായിരിക്കുന്നത്. നമുക്കാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നം ലോകം അറിഞ്ഞു, അല്ലെങ്കിൽ അത് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശാന്തി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളൊരു പൊട്ടനായിരിക്കാം. അവനറിയില്ല. കാണിച്ചൂട്ടിന് തകരാം എന്നല്ലേ എന്നെ പറയാം, അല്ലേ? ആ, പൊട്ടൻ തകരാന്ന് പറയാം. അത് അത് ഞാൻ പ്രതാപത്തിന്റെ കാര്യമല്ല പറഞ്ഞേ, എന്ത് ചെയ്യുന്നവരാണ് പ്രതാപത്തിന്റെ തകരയല്ലാന്ന് തോന്നുന്നു. അവൻ നിങ്ങളെയും കൂടെ പറ്റിച്ച തകരയാണ്. അയാൾ നന്നായിട്ട് അഭിനയിച്ചാണ് കാശ് വാങ്ങിച്ചോണ്ട് പോയത്. നിങ്ങൾ അയാൾ അതാണെന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ അയാൾ കാശും കൊണ്ടുപോയി നിങ്ങൾ തകരയായി തിരിച്ചു പോവുകയും ചെയ്തു. അല്ലേ? അങ്ങനല്ലേ? അങ്ങനല്ലേ അതിനകത്തെ പരിപാടി. അതുകൊണ്ട് നമ്മള് ജീവിതത്തിൽ ഒന്നും അറിയാത്തവനായിരിക്കുന്നത് അതല്ല, അറിഞ്ഞ് അറിയാത്തവനെ പോലെയാകുന്നത് ഒരു ഡെവലപ്മെന്റാണ്. അതിനാണ് നമുക്ക് ഇരിക്കാൻ പറ്റാത്തത്. അതിന് നമ്മുടെ ഈഗോ സമ്മതിക്കില്ല. നമ്മളിൽ അറിവിന്റെ ഒരു ചെറിയ ആന്തോളനം ഉണ്ടായാൽ അഹംബുദ്ധി കയറിലും തോറ്റുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. അറിവിന്റെ പൂർണ്ണതയിൽ വെച്ച് തോൽവിയാണ് ശരിയെന്ന് തിരിച്ചറിയും. അഹംബുദ്ധി വലിയും. അപ്പോൾ ഒരു സാക്ഷിത്വം, തനുത്വം പ്രാപിച്ച് ചാടിക്കളിയട കുഞ്ഞിരാമ എന്ന് നമ്മുടെ സങ്കല്പച്ചരടിന്റെ അറ്റത്ത് കളിപ്പിക്കാൻ കഴിയും. അതാണ് കളിയുടെ സുഖം. അവിടെയാണ് പാവക്കൂത്ത്. പാവക്കൂത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടില്ല? ആ, ചരടേലാ കളി. അപ്പൊ ആ ചരടിൽ കളിക്കുന്ന കളിയാവും. അപ്പോ അഹംബുദ്ധിയുടെ ഉണർവ്, ഉയർച്ച, നിലനിൽപ്പ്, അഹംബുദ്ധിയുടെ പതനം, ഇതെല്ലാം കഴിഞ്ഞ് ഉള്ള ശാന്തി. നല്ല കാരണവന്മാർ ചെല്ല് ചെറിയ കളി കളിച്ചാൽ മതി, അത് അവസാനിപ്പിക്കുന്നതും അവരാണ്, അത് ഉളവാക്കുന്നതും അവരാണ്. അവരുടെ വാക്കിൽ എവിടെയെങ്കിലും എന്റെ അഹംബുദ്ധിയെ തൊട്ടുണർത്താനുള്ള വാക്കുണ്ടെങ്കിൽ എന്നിൽ അതുവരെ ഉറങ്ങിക്കിടക്കുന്ന ആരോടെല്ലാമുള്ള വാസനാജാലങ്ങളുണ്ടോ അത് മുഴുവൻ സജീവമായി ഉണരും. നിങ്ങളുടെ പോക്കും വരവും നോക്കിയാൽ മതി.
നിങ്ങളിൽ ചിലരെങ്കിലും നിങ്ങളുടെ ആശയാവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വെച്ച് സുഹൃത്തുക്കളോട് വർത്തമാനം പറയും. ക്ലാസ്സിലേക്ക് വരുമ്പോഴും ഇടപാട് നോക്കിയാൽ ഈ ക്ലാസ്സിൽ തന്നെ വരുന്നവർ തമ്മിൽ അടുത്തിരിക്കുന്നവനോട് പോയി പറയും, ഇന്നപോലെയൊക്കെയാണ് കാര്യം, സംഗതി ആകെ പെശകായിരിക്കുകയാണ്, പ്രശ്നമാകെ സങ്കീർണമായിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും കൂടി ആലോചിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ കൂടെയുള്ളവൻ പറഞ്ഞു, എന്നാൽ നമുക്ക് സ്വാമിയാരോടൊന്ന് ചോദിച്ചാലോ, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. അത് വേണ്ട, അത് അങ്ങനെയുള്ളവരൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് പറയും. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് 2 ദിവസമോ 3 ദിവസമോ കഴിഞ്ഞ് ഒരു ക്ലാസ്സിനകത്ത് വെച്ച് ഏതെങ്കിലും ഒരു ഉദാഹരണം പറയുമ്പോൾ ഇതിനോട് സാദൃശ്യമുണ്ടെങ്കിൽ ഇവൻ അടുത്ത ക്ലാസ്സിന് വരികയല്ല. ഇവൻ ഉറപ്പാക്കും മറ്റവൻ പറഞ്ഞു കൊടുക്കണം. സ്വാമി അതിന് ക്ലാസ് ഇങ്ങനെ വളച്ചതാണ്. ചിലർ പിന്നെ വരികയില്ല, അയാളുടെ വേദാന്തം ശരിയായില്ല. ചിലരാണെങ്കിൽ പിന്നെയും വന്ന് പതുക്കെ തലനെറ്റിയൊക്കെ നോക്കും, വല്ല വിരോധമൊക്കെ ഉണ്ടോ, ഇതൊന്ന് ഇരുന്ന് നോക്കി ഞാനിവിടെയൊക്കെ ഉണ്ട് എന്ന മട്ടിലൊക്കെ ഒന്ന് നോക്കും. ഇത് കഴിഞ്ഞ് ഈ സുഹൃത്തുക്കൾ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങളുടെ പഠിപ്പിന് ഈ പോക്കും വരവും ഉണ്ടാവും. വൈദികമായ ഉദാഹരണമായിരിക്കും ചിലപ്പോൾ, ചിലത് നടക്കുന്ന വഴിയിൽ നിന്ന് കിട്ടിയ ഉദാഹരണമായിരിക്കും. പക്ഷെ അതൊക്കെ ചേരുന്ന തലയാണ് നമ്മുടേത്. തൊപ്പി ഏത് തരത്തിലായാലും തലയ്ക്ക് ഭാഗമാകുമെന്ന് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാതിരിക്കാൻ നമുക്ക് പറ്റുകയില്ല. മനസ്സിലായില്ല? ഇങ്ങനൊരു കെണിയുണ്ട്. അതുകൊണ്ട് അങ്ങനെയെല്ലാം സംഭവിക്കുന്ന നമ്മുടെ ഈഗോ ഉറങ്ങിക്കിടന്ന് അതുവരെയുള്ള ജീവിതത്തിൽ ആരോടെല്ലാമുള്ള സംഘർഷങ്ങൾ നമ്മളുടെ അന്തരാളങ്ങളിൽ ഉറങ്ങിക്കിടപ്പുണ്ടോ അതിന് മുഴുവൻ പൊട്ടിവരാൻ ഒരൊറ്റ ഈഗോ ഉണർന്നാൽ മതി. ഒരുപാടൊന്നും വേണ്ട. ഇതിലേറ്റവും രസം, ഭാര്യയും ഭർത്താവും വർത്തമാനം പറയുന്നതിനിടയിൽ ഭാര്യയുടെ അഹംബുദ്ധിയെ ഭർത്താവിന്റെ ഒരു വാക്കുണർത്തിയാൽ അവളുടെ അച്ഛനോ അപ്പൂപ്പനോ അവൾ പരിചയപ്പെട്ട ഈ സ്കൂളിൽ പഠിച്ച കാലത്തെ കൂട്ടുകാരായ ആൺകുട്ടികളോ അതുപോലെ തന്നെ അവൾ പത്രം വായിച്ചപ്പോൾ ലോകത്തുള്ള പുരുഷന്മാരോ അതുമല്ല അവൾ എവിടുന്നെങ്കിലും കേട്ടപ്പോൾ ഏതെങ്കിലും മന്ത്രിയോ സന്യാസിയോ ഒക്കെ ലോകത്ത് ചെയ്തതെന്ന് പറയുന്ന എല്ലാ ആക്ഷേപങ്ങളും ഏകരംഗത്ത് ഭർത്താവിനെ കേൾപ്പിച്ച് ഇയാളെ ആക്രമിക്കും. ഇയാള് ഞെട്ടിപ്പോവും. കാരണം അതിനകത്തെ 50% കാര്യം ഇയാള് സ്വപ്നം കണ്ടിട്ടുള്ള കാര്യമല്ല ഇവിടെ വിളിച്ചു പറയുന്നത്. തിരിച്ചു ചിരിക്കണ്ട. ഇവന്റെ ഈഗോ എന്നുണർന്നാൽ ബോംബെ തെരുവിലെ മോശമായി ജീവിക്കുന്നവരുടെ ചരിത്രം വരെ ഇവളിൽ ഏൽപ്പിച്ച് ഇവൻ തെറി വിളിക്കും. ശരിയല്ല. ഈ വിളിച്ചു കഴിഞ്ഞൊരു ശാന്തിയുണ്ട്. ഈ ദുഷ്ട മുഴുവൻ ഇളകിയതിന്റെ ഒരുമാതിരി വയറ് കമ്പിച്ചവൻ പടോലമൂലാതി കഴിച്ച് ഇളകിയിട്ടിരിക്കുന്നവരിലും ഫോളോ ഇതനുഭവിച്ചിട്ടില്ല. എന്നാ ഒരു 2 ഗ്ലാസ് പടോലമൂലാതി കഴിക്കുക. അതുകൊണ്ട് ഇത് വളരെ രസമാണ്. ലൗകിക ജീവിതത്തിൽ ഇതൊന്നും അറിഞ്ഞല്ല ശാസ്ത്രവും ശാസ്ത്രജ്ഞനും സാമൂഹ്യ ശാസ്ത്രവും നീതിശാസ്ത്രവും ധർമ്മവും ധർമ്മശാസ്ത്രവും മതങ്ങളും ഒന്നും പെരുമാറിപ്പോകുന്നത്. ഇതിന്റെ അനവധ്യ സുന്ദരങ്ങളായ അംശങ്ങളെ ഉൽകി തലോടി പഠിച്ച് മാനവചേതനയുടെ എല്ലാ ഭാവഹാവാദികളെയും ഉൾക്കൊണ്ടിട്ട് വേണമായിരുന്നു ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മാനവന്റെ പുരോഗതിക്ക് വേണ്ടി വികസിക്കാൻ. മാനവശാസ്ത്രത്തിന്റെ ചാരുവായ അംശങ്ങളെ ഹിംസിച്ചുകൊണ്ടാണ് മാനവന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളരുന്നതെന്നുള്ളതാണ് ശോചനീയം. ഇപ്പൊ ഗാർഹസ്ഥ്യത്തിൽ നല്ലപോലെ ഇരുന്നാൽ ഇതിന്റെ തനിത്വം, ഇതിന്റെ സൂക്ഷ്മത, ഇത് ബാധിച്ചു വരുന്ന ഭാവഹാവാദികൾ നന്നായി കാണാം. എല്ലാം ഒറ്റയടിക്കാ പൊട്ടുന്ന
അല്ല, ഒന്നിലൊന്നും ഒതുങ്ങിയിരിക്കില്ല. ഇപ്പൊ പറഞ്ഞ വാക്കോ ഇപ്പൊ പറഞ്ഞ കേൾവിയോ ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞത് പോലും വേറൊരു ലോകത്ത് എന്നാ പൊട്ടുന്നത്. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ പറഞ്ഞ വാക്കിനാണ് വിചാരിക്കുന്നത്. ആ വാക്കിലെ ഒരു അക്ഷരമേ ഉണ്ടാവുള്ളൂ. മസ്തിഷ്കത്തിൽ അതാ കിടക്കുന്ന വാസനയായി. ആ ഒരൊറ്റ അക്ഷരം കേട്ടപ്പോഴേ വേറൊരു ലോകം തുറന്നു. ഈ ലോകം പോയി. എന്റെ പൊന്നോടേത്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ അതല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് കാല് പിടിച്ചാലൊന്നും കേൾക്കുകയില്ല. ഇനി വ്യാഖ്യാനിക്കുകയും കൂടാ. എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധി. നിങ്ങളിങ്ങനെ പല വ്യാഖ്യാനവും നൽകിയിട്ടുണ്ടോ എന്ന് പറഞ്ഞായിരിക്കും ഭർത്താവിനെ ആക്രമിക്കുന്നത്. ഉടനെ മുണ്ടെടുക്കുകയായി. അവസാനം ഈ ബഹളെല്ലാം കഴിഞ്ഞിട്ട് മുണ്ടും നേരിയതൊക്കെ എടുത്ത്, അല്ലെങ്കിൽ സെറ്റും മുണ്ടും സാരിയും ഒക്കെ എടുത്ത് ഒരു പൊതിയും പൊതിഞ്ഞ് കെട്ടി പോകുന്നു പറയും. ശരിയല്ല. ഇല്ലെങ്കിൽ ഒരു 4 അല മാറത്തലയും ഇതും കഴിഞ്ഞു തീരുമ്പോൾ ഇതെല്ലാം പുറത്തേക്ക് വരും. ഇതിൽ കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഈ പുറത്തേക്ക് വന്ന സാധനം എല്ലാം പിള്ളേര് കേട്ടോണ്ടിരിക്കും. സെക്കൻഡ് ഡിഗ്രിയിൽ അവർ ഈ നാടകം ആവർത്തിക്കും. അപ്പോഴാണ് ഇതിന്റെ ദുഃഖം വളരെയാകുന്നത്. ഈ നാടകം റിഹേഴ്സലിനേക്കാൾ അരങ്ങ് കൊഴുക്കുന്നതാണ് നാടകം ഒറിജിനൽ ആകുമ്പോൾ. നമ്മളിതിന്റെ റിഹേഴ്സലേ നടത്തിയുള്ളൂ. പിള്ളേരിന്റെ നാടകം തന്നെ ടിക്കറ്റ് വെച്ച് നടത്തും. മനസ്സിലായില്ലേ? ഇത് കുറച്ചുകൂടെ കഴിഞ്ഞ് പിള്ളേരാകുമ്പോൾ ഡ്രാമാസ്കോപ്പിലേക്ക് മാറും. മനസ്സിലായില്ല? ഇതിങ്ങനെ ഈ ഡ്രാമാസ്കോപ്പ്, സിനിമാസ്കോപ്പ്, ഇങ്ങനെ ഇതിന്റെ സ്കോപ്പ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ജീവിതത്തെ നോക്കിക്കാണുകയാണെങ്കിൽ ഇത് തനിത്വം വരുന്ന ആ അഹംബുദ്ധിയുടെ പരിലാളനകൾ, സങ്കല്പ വികല്പങ്ങളുടെ തനു, അത് തനുവാണ് അറിയേണ്ടത്. അതുകൊണ്ടാണ് തനുമാനസ അവസ്ഥ എന്ന് പറയുന്നത്. മനസ്സ് സൂക്ഷ്മമാവുക. സ്ഥൂലങ്ങളിലൊന്നും പറ്റിപ്പിടിക്കുന്നില്ല. ആ തനുമാനസാവസ്ഥയിൽ ഒരിടത്ത് ലോകം, അതിനപ്പുറം ബ്രഹ്മാകാര വൃത്തി. അതാ നമുക്കിവിടെ തനുമാനസയില് ഗൃഹസ്ഥൻ അനുഭവിച്ചു പോകേണ്ടത്. അതിനെ തടയുന്നു മറ്റത്. ഇപ്പൊ സങ്കല്പങ്ങളും വികല്പങ്ങളും കെട്ടടങ്ങി മനസ്സിന് തനുത്വം വന്ന് സൂക്ഷ്മമായി ബ്രഹ്മാകാര വൃത്തിപ്രവാഹം നടക്കുന്നു. എന്നാൽ അതും അഹങ്കാര പരിച്ഛേദകാലത്തിലാണ്. അവിടെയും ഞാനുണ്ട്. ദൃഷ്ട, ദൃശ്യം, ദർശനം, 3 പുടങ്ങളുടെ ശ്രവണ മനന ദ്വാര പരോക്ഷബാധ ഉളവാകുമ്പോൾ അപരോക്ഷതയെ എല്ലാം കാണുന്നു. അവിടെ ദ്രഷ്ട, ദൃശ്യം, ദർശനം 3 ഉണ്ട്. 3 പുടങ്ങളാണ്. ത്രിപുടി, ജ്ഞാത, ജ്ഞാനം, ജ്ഞേയം 3 പുടങ്ങളുമുണ്ട്. ഈ 3 പുടങ്ങളും സ്പഷ്ടമായി തിരിച്ചറിയും. അപ്പോഴാണ് ശ്രവണ മനന ദ്വാര പരോക്ഷ ബന്ധം ഇല്ലാതായിട്ട് അപരോക്ഷതയായെല്ലാം കാണും. അപരോക്ഷാനുഭൂതിയിൽ, പരോക്ഷബാധയിൽ. ആ അപരോക്ഷാനുഭൂതി അതും കടന്നുപോകണം. ത്രിപുടി മുടിഞ്ഞ് അനുഭവിക്കണം. നമ്മുടെ നാരായണ ഗുരുവൊക്കെ പറയും, ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീരെന്ന് ഉപനിഷദുക്തി രഹസ്യമോർത്തിടേണം. ത്രിപുടിയും കടന്നു വേണം മനസ്സിലാക്കാൻ. അപ്പോ അപരോക്ഷ ഭ്രമത്തെ നിവർത്തിക്കില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. ഇവിടെ എന്തുകൊണ്ടെന്നാൽ പരോക്ഷബാധിതമായ അപരോക്ഷ ബാധ, പരോക്ഷബാധിതമായ അപരോക്ഷ ബാധ അപരോക്ഷ ഭ്രമത്തെ നിവർത്തിക്കില്ല. ഒരു ഭ്രമമുണ്ടപ്പോഴും ഞാൻ ജ്ഞാനിയാണോ,
ജ്ഞാനിയാണെന്ന് ഭ്രമം വന്നാൽ വലിയ പ്രശ്നമാണ്. അതാണെന്ന് തെളിയിക്കാനുള്ള ഒരുപാട് പരിപാടികളുണ്ട്. പരിപാടികൾ വളരെ വിചിത്രവുമാണ്. അതിനു വേണ്ടിയുള്ള ഒരുപാട് കളികൾ ജ്ഞാനം തെളിയിക്കാൻ. ജ്ഞാനം ഒഴിച്ചുള്ളതെല്ലാം ഉണ്ടായിരിക്കുകയും ജ്ഞാനിയാണെന്ന് തോന്നുകയും ജ്ഞാനം തെളിയിക്കാനുള്ള സൂത്രപ്പണികളൊക്കെ ഇറക്കുകയും ചെയ്യുമ്പോൾ അന്തർസംഘർഷം വളരെ കൂടും. ആളുകൾക്ക് ഇഷ്ടമാവും. ആളുകൾ എവിടെയെങ്കിലും ജ്ഞാനം ഉണ്ടെന്ന് വിചാരിച്ചാൽ അതിന് ഓടിപ്പോകാൻ തയ്യാറായിട്ടായിരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ ജ്ഞാനമുള്ളത് കൊണ്ട് അജ്ഞാനമില്ല. അതുകൊണ്ട് ഏത് ആളും ജ്ഞാനിയാണെന്ന് പറഞ്ഞു വന്നാൽ ആ വാക്കിൽ തന്നെ ജ്ഞാനം, അറിയാൻ പോകുന്ന അറിവ് അവരുടെ ജ്ഞാനം കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടല്ല. അവരിലൊരു ജ്ഞാനം കിടപ്പുണ്ട്. അതുകൊണ്ട് ഇന്നിടത്തൊരു ജ്ഞാനി വന്നിട്ടുണ്ടെന്ന് കേട്ടാൽ അവരതിൽ കാംക്ഷിച്ചോടും. ജ്ഞാനമെന്ന പദം കൊണ്ട് തന്നെ അവർക്ക് ആ ആൾ സമാദരണീയനായിത്തീരും. അത് മഹത്വമാണ്, ചെറുതല്ല. കാരണം ജ്ഞാനം അളക്കാൻ പറ്റില്ല. അതുകൊണ്ട് അജ്ഞാനത്തിലാണ് അയാൾ ഇരിക്കുന്നതെങ്കിലും അയാളുടെ തരംഗാവലികളൊന്നും നമ്മളെ രക്ഷിച്ചില്ലെങ്കിലും അയാളിൽ ജ്ഞാനത്തെ അധ്യാരോപം ചെയ്ത് നമ്മുടെ മനസ്സിനെ ജ്ഞാനമാക്കുന്ന മനസ്സിന്റെ ഉയർച്ച പോയില്ല. മനസ്സിലായോ എന്നറിയില്ല. ലോകമാകെ ജ്ഞാനാകാരമാണെന്നുള്ളൊരു അനുഭൂതിയാണ് ഇതിന്റെ ആകത്തുക. അജ്ഞാനകൽപിതമായ ജഗത്തും അതിന് പിന്നിലെ സാക്ഷീഭൂതമായ ജ്ഞാനവും. അതുകൊണ്ടാണ് എവിടെയെങ്കിലും ജ്ഞാനികളോ അറിവുള്ളവരോ ഉണ്ടെന്ന് കേട്ടാൽ ഒട്ടനെ പാത്രവും കലവും ഒക്കെ എടുത്ത് ജനം യാത്രയാവും. കുറെ കാലം അവർ കളിപ്പിച്ചു എന്ന് വെച്ചും ആ പോയവർക്ക് ദുഃഖമൊന്നുമില്ല. അവർ പോക്ക് നിർത്തുകയല്ല. അവിടുത്തെ കളിപ്പിനേക്കാൾ കൂടിയ കളിപ്പിന് അടുത്തടത്തേക്ക് പോകാനും അവർ തയ്യാറാണ്. ശരിയല്ല? ഇതിനെയൊക്കെ വിമർശിക്കുന്നവരാകട്ടെ എല്ലായിടത്തും വിമർശനം മാത്രമുള്ളവർ വരികയും രണ്ടും ഒരേ തലത്ത് നിൽക്കും. അതിന് വ്യത്യാസമൊന്നുമില്ല. നമ്മളാ പോക്കിൽ കബളിപ്പിക്കപ്പെടാൻ യോഗ്യരാണ് എന്ന മട്ടിലാണ് പോകുന്നത്. കാരണം 500 കബളിപ്പിക്കപ്പെടൽ നടന്നാലും ഒരിക്കൽ സത്യം കിട്ടിയാൽ മതി. മനസ്സിലായില്ല? മറിച്ച് ആദ്യത്തെ തന്നെ കളിപ്പിക്കലായിരുന്നു എന്ന അഹന്തയിൽ തോന്നിയാൽ ഇനി ഒറിജിനലും കണ്ടെത്താൻ പറ്റില്ല. മനസ്സിലായില്ല? ഇതാണ് അതിന്റെ വൈചിത്ര്യം. കാരണം ഒരു കളിപ്പിൽ പെട്ടു എന്നെനിക്ക് തോന്നിയാൽ ചൂടുവെള്ളത്തിൽ പോയ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഇറങ്ങില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ജ്ഞാനാജ്ഞാനങ്ങളുടെ തലങ്ങൾക്ക് ഈ ഒരു പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ഗാർഹസ്ഥ്യത്തിൽ ഇത് പഠിപ്പിക്കുന്നത്. കാരണം അവിടെ ആകുമ്പോൾ എന്നും കാണാം പാരസ്പര്യമുണ്ട്. അച്ഛനും അമ്മയും അവിടെ നിന്നൊക്കെ പഠിക്കാവൂ. അതിനെയൊക്കെ നിഷേധിച്ചിട്ട് ഓടി എവിടെയോ ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു പോയി. കിട്ടിയത് ശരിയല്ല, കിട്ടിയ വിധത്തിലല്ല. ഇങ്ങനെയൊക്കെയുള്ള ദുഃഖം ഉണ്ടാവും. ഇത് കുടുംബത്തിൽ ഉണ്ടാക്കി എടുക്കണം. അതിന് നല്ല ഗൃഹസ്ഥന്മാരുണ്ടാകണം. നല്ല സന്യാസിമാർ അങ്ങനൊന്നുമില്ല. നല്ല ഗൃഹസ്ഥനെ ഉണ്ടാക്കണം. കാരണം അത് സങ്കല്പ സൃഷ്ടിയുടെ ലോകമാണ്. സങ്കല്പാതീതമാണ് സന്യാസം. അത് സൃഷ്ടിക്കാനാവില്ല. അത് സ്വാഭാവിക പരിണാമമാണ് വ്യക്തിയുടെ. അതിന് ദീക്ഷയും മന്ത്രമൊന്നുമില്ല. ദീക്ഷ ഇവിടെയുള്ളതൊക്കെ ഉള്ളൂ. അതൊക്കെ സംഘടിക്കുവിൻ, സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ എന്നതിന്റെ ഭാഗമാണ്. അതൊന്നും നടക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും.
അതുകൊണ്ട് ഗാർഹസ്ഥ്യത്തിലാണ് ജനനമുണ്ടാകുന്നത്, പ്രാദുർഭാവം. പ്രാദുർഭാവത്തിനുള്ള ബീജാണ്ടങ്ങളിലാണ് മുഴുവൻ വികാസവും ഒളിഞ്ഞിരിക്കുന്നത്. അവ എങ്ങനെയോ അങ്ങനെയാണ് പ്രകൃതി. ബീജത്തിന്റെയും അണ്ടത്തിന്റെയും അംശാംശങ്ങളിൽ ഏത് സുചാരുവായ ബോധമാണോ, അതുകൊണ്ട് അമ്മയ്ക്കറിയും. കാരണം ആ ബീജത്തിലും താൻ സ്വീകരിച്ച ബീജത്തിലും തന്നിൽ സംയോജിച്ച അണ്ടത്തിലും ഏതെല്ലാം സങ്കല്പങ്ങളാണ് തന്നിൽ യാദൃച്ഛികമായും യാദൃച്ഛികമല്ലാതെയും വന്നത്, ആ സങ്കല്പമേ നടക്കൂ എന്നുള്ളത് കൊണ്ട് അവൾ പറയും, നടപ്പില്ല മോനെ. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെയാണ്. പിന്നെ അതിന് മാറ്റമില്ല. അതുകൊണ്ടാണ് വളരെ ഭംഗിയായി ഭാരതീയ സംസ്കാരം പറയും, ഉപാധ്യായാൻ ദശാചാര്യ ആചാര്യാണാം ശതം പിത സഹസ്രം തു പിതൃൻ മാതാഗൗരവേണാതിരിച്ചതേ. കുഞ്ഞിന്റെ ഏത് പോക്കും അമ്മയുടെ തീരുമാനമാണ്, പെറ്റ അമ്മയുടെ. വേറെ വ്യാഖ്യാനം ഒന്നും വരുത്. കാരണം അവൾക്കറിയാം അതിന്റെ വികാസ പരിണാമങ്ങൾ അത്രയും അവിടെ ഒരു ചോദനയായി കിടപ്പുണ്ട്. അതുകൊണ്ട് അവളുടെ സങ്കല്പവും അനുഗ്രഹവുമാണ് ഭർത്താവ് ഭാര്യയില് കൊടുത്ത അപരോക്ഷ അനുഭൂതിയുടെ പ്രകടീഭാവമായി പുത്രനിലേക്ക് സംസ്കാരമായി വളരുന്നത്. അതങ്ങനെ വികസിച്ച് സുചാരുവായി എത്തേണ്ട ഒരവസ്ഥയാണ് ആത്മജ്ഞാനം. അത് സൃഷ്ടിക്കാനാവില്ല. മതങ്ങൾ ഇതിന്റെ സുചാരുതയെ കളയുകയും ഈ അനുഭൂതി മനുഷ്യൻ അന്യമാക്കുകയും ഈ അനുഭൂതിയുള്ള ആചാര്യന്മാർ അനുഭവിച്ചു എന്ന വസ്തുതയെ പറഞ്ഞ് അവർക്ക് ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങുകയും ചെയ്യുന്നു എന്ന വഞ്ചനയാണ് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശങ്കരൻ കാപാലികന്റെ മുമ്പിൽ തലനീട്ടിയിരിക്കാം, ഒരു പത്മപാദർ ജലത്തിന് മുകളിലൂടെ നടന്നിരിക്കാം, ഒരു യേശുക്രിസ്തു വെള്ളത്തിന് മുകളിൽ നടക്കുകയും ആവശ്യം വന്നപ്പോൾ വെള്ളം വീഞ്ഞാക്കുകയും ചെയ്തിരിക്കാം. പക്ഷേ ശങ്കരന്റെയോ പത്മപാദരുടെയോ യേശുക്രിസ്തുവിന്റെയോ പേര് പറഞ്ഞ് ദക്ഷിണ വാങ്ങുന്ന നാം ആരും വെള്ളം വീഞ്ഞാക്കുവാനോ വെള്ളത്തിന് മുകളിൽ നടക്കുവാനോ യോഗ്യരല്ലെങ്കിലും അന്നു മുതൽ ഇന്നു വരെയുള്ള 2000 വർഷത്തെ പലിശ ചേർത്ത് അവർക്ക് കിട്ടാത്തത് പിരിക്കാൻ യോഗ്യരാണ്. ഈ വൈകല്യം മാത്രമാണ് മതം ഭൂമിയിൽ സംഭാവന ചെയ്യുന്നത്. യു കാണ്ട് ഫോളോ. ഒരു യേശുക്രിസ്തുവിനാണെങ്കിൽ നാഴിയരിയുടെ ചോറ് എത്ര ഉണ്ണുന്നവനായാലും കൊടുത്താൽ മതിയായിരുന്നു. 40 ലക്ഷം പേരെ ഇന്ന് ജനം അതിന്റെ പേര് തീറ്റേണ്ടി വരുന്നു എന്ന് വന്നാൽ കഥ എന്താവും? മനസ്സിലായില്ല. ഒരു ശങ്കരനുണ്ടാൽ എത്ര ഉണ്ണുമായിരുന്നു? ആ വസ്ത്രത്തിന്റെ ഒരു കഷ്ണം മുറിച്ചുകൊടുത്താൽ 4 ലക്ഷം പേർ ഉണ്ണാനെത്തിയാൽ ജനം പട്ടിണിയാകാൻ വേറെ വല്ലതും വേണ്ടി വരുമോ? ആത്മവിഭൂതിയുടെ അതുല്യ പ്രഭാവന്മാരുടെ ലോകങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആത്മവിഭൂതി കൊണ്ടാണ് സഞ്ചരിക്കേണ്ടതെന്ന് മറക്കുകയും മറപ്പിക്കുകയും ചെയ്യുന്നു മതവും അതിന്റെ സംസ്കൃതിയും എന്നുള്ളതാണ് ലോകത്തെ എല്ലാ മതങ്ങളുടെയും വിശ്വാസ പ്രമാണങ്ങളുടെ ആകെ പ്രയോജനം.
ഒരുപാട് സംഘർഷം ഉണ്ടാകാം. ഒരുപാട് വേദനയും ഉണ്ടാകാം. പോയിരുന്ന് നല്ലപോലെ ആലോചിച്ചാൽ മതി. പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയാൽ അടുത്ത ക്ലാസ് വരുമ്പോഴേക്ക് ചൂലോ ഉലക്കയോ ഒക്കെ ആയിട്ട് വന്നാൽ മതി. വിരോധമില്ല. ശരിയാണെന്ന് തോന്നിയാൽ മറക്കണ്ട, മനനം ചെയ്യാൻ. ഇതിലൊന്നും അല്ല ആത്മവിഭൂതിയിരിക്കുന്നത്. അനുഭവജന്യമായ അപരോക്ഷ അനുഭൂതിയുടെ ലോകങ്ങളിലേക്ക് തനുമാനസാവസ്ഥയിൽ വെച്ച് കടന്നു പോകേണ്ടത് അർജുനനോട് യാനിശ സർവഭൂതാനാം എന്നതിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ദർശനം, അപ്പൊ അപരോക്ഷ ഭ്രമത്തെ അത് നിവർത്തിക്കില്ല. ആകാശം നോക്കിയാൽ, ഉദാഹരണം ആചാര്യൻ പറഞ്ഞിരിക, ആകാശം നോക്കിയാൽ നീലനിറമാണ്, പക്ഷെ നീലനിറമല്ല. മനസ്സിലായോന്നറിയില്ല. നീലനിറമല്ല എന്ന് അറിഞ്ഞിട്ട് നോക്കിയാലും നീലനിറമാണ്. ഈ വൈചിത്ര്യമാണ് അതിനുള്ളത്. അപ്പൊ കണ്ണു തുറന്നു നോക്കുമ്പോഴെല്ലാം ആകാശം നീലയായി കാണപ്പെടുന്നു എന്നതുപോലെ ശാസ്ത്രചിന്ത വഴി നാം വീണ്ടും വീണ്ടും കേട്ട് മനസ്സിൽ ഉറച്ചാലും ഇന്ദ്രിയങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. അപ്പൊ ശാസ്ത്രം അതിന്റെ സൂക്ഷ്മദർശിനിയിലൂടെ സത്യത്തെ കാണിച്ചു തരുമ്പോഴും അസത്യമായി പ്രത്യക്ഷപ്പെടുന്നതിനെയാണ് മിഥ്യ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് അവിടെ വെച്ചാണ് അറിയും, തനുമാനസാവൃത്തിയിൽ വെച്ചറിയും ഈ ജഗത്ത് മിഥ്യയാണ്. എന്നാൽ എപ്പോൾ വരെ കേൾക്കുന്നുവോ അതുവരെ നിലനിൽക്കുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. എപ്പോ വരെ ശാസ്ത്രം കേൾക്കുന്നുവോ അതുവരെ ജഗത്തില്ല എന്ന് ബോധ്യവും. ഇറങ്ങിയാൽ ജഗത്തുണ്ടാവും. ക്ലാസ്സിൽ വെച്ച് ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ ബോധ്യമായി, ശങ്കയില്ല. പുറത്തിറങ്ങി കഴിയുമ്പോൾ അത്ര മിഥ്യയാണോ? ഉച്ച വരെ ഇത് മിഥ്യയല്ല. കാരണം രാവിലത്തെ ഇഡലിയുടെ പേരിലങ്ങ് നിൽക്കും. ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോ ചോറും കറിയും ഒക്കെ വേണ്ടി വരുമ്പോഴാണ് സ്വാമിമാരങ്ങനെയൊക്കെ പറയും മിഥ്യയാണ്. മിഥ്യയാണെങ്കിൽ പിന്നെ വിശപ്പോ എന്തോന്നു? അപ്പൊ മിഥ്യ അല്ല എന്ന് തോന്നും. വീണ്ടും മിഥ്യയാണെന്ന് കാര്യകാരണ പദങ്ങൾ അഴിച്ച് മനസ്സിലാക്കുമ്പോൾ ബോധ്യവും. ഇങ്ങനെ ശ്രവണം, വീണ്ടും വിശപ്പും, വീണ്ടും വിശപ്പും മിഥ്യയാണെന്ന് അറിഞ്ഞാൽ എളുപ്പമായി. അതും അറിയണം, അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായി. അങ്ങനെയാണല്ലോ ഞങ്ങൾ നിങ്ങളെ കളിപ്പിക്കുന്നത്. പാലും പച്ചവെള്ളവും നമുക്ക് തുല്യമാണ് വത്സ, അതുകൊണ്ട് പാല് തന്നെ തരും. തുല്യാണ്, അതിനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ലേ ഞങ്ങൾ നേരെയായിരുന്നു, നിങ്ങൾ നേരെ അല്ലാതാകുന്നു. അപ്പോൾ എപ്പോൾ നിങ്ങൾ തത്സംഗത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നുവോ അപ്പോൾ ജഗത്ത് വീണ്ടും സത്യമെന്ന് കാണുന്നു. അതുതന്നെ തനുമാനസാകാലത്തിലും കൂടി ജാഗരണം സംസാരത്തിലാണെന്ന് പറയുന്നു. അപ്പോ ഒന്ന് ശുഭേച്ഛ, സുവിചാരണ, തനുമാനസ, മൂന്നും യസ്യാം ജാഗ്രതി. ഈ മൂന്നും വരെ യസ്യാം ജാഗ്രതി ഭൂതാനി എന്നതിൻ്റെ തന്നെ ഉദാഹരണമാകുന്നു. ഇതിനുശേഷം നാലാമത്തെ ഭൂമിക ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെതാണ്. അവിടെ മുതലാണ് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. ഇവിടം വരെ എടുത്തതായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, ഇവിടം വരെയാണ് ഞാൻ എടുത്തു നിർത്തിയിരുന്നതെന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ. ഇവിടെ മുതൽ അങ്ങോട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെതാണ്. അത് സത്വാപത്തി, അവിടെ മുതല തുടങ്ങണം. ശുഭേച്ഛ, സുവിചാരണ, തനുമാനസ, ഇത്രയും ലോകങ്ങളിൽ ശ്രവണം, മനനം, മനനപൂർവകമായ നിധിധ്യാസന ആരംഭം എന്ന 3 ഘട്ടങ്ങളും യസ്യാം ജാഗ്രതി ഭൂതാനി, ഈ ജഗത്തുണ്ട്. ഈ ജഗത്തിൽ നിന്ന് ഒരു ജർക്കിങ്ങോടുകൂടി
ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ തലങ്ങളിലേക്ക് എത്തുകയും ജഗത്ത് ഭാനമെന്ന പോലെ, ജഗത്ത് മിഥ്യ എന്ന പോലെ കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കായി നീ കിടക്കുന്നത്. എപ്രകാരമാണോ കത്തിയ നൂല് ചാമ്പലായി നിൽക്കുന്നത് പോലെ ഉപ്പുമുക്കി നൂല് കത്തിക്കുക. പിള്ളേർ കളി കളിക്കാറുണ്ട്. ഈ 50 പൈസ തൊട്ട് നൂലെ കെട്ടും, ടൊയിനേല് ഉപ്പ് മുക്കിയ ടൊയിനെ കെട്ടും, ഇതിങ്ങനെ കെട്ടി തൂക്കിയിട്ടു, എന്നിട്ട് പതുക്കെ അത് കത്തിക്കും. അപ്പൊ ഈ 50 രൂപ തൊട്ടോടുകൂടി, 50 പൈസ തൊട്ടോടുകൂടി തന്നെ ഈ ചാര ഇങ്ങനെ നിൽക്കും. കണ്ടിട്ടില്ല, ചെയ്തിട്ടില്ല. നിങ്ങൾ പിന്നെ എന്തുവാ ചെയ്തിട്ടുള്ളത്? വെറും ചാമ്പലാണ്. കൈ ഒന്നതിലെ പോയാൽ താഴെ എന്ന് പറഞ്ഞ പോലെ ഈ ജഗത്ത് ബോധത്തിൽ കത്തി നിൽക്കുക എന്നത് അശേഷശേഷോ ജഗദാതിശേഷ എന്ന് ഭാഗവതം പറയും. എല്ലാം കത്തിയിട്ട് ശേഷിക്കുന്നത് ശേഷൻ. അതുകൊണ്ട് ശേഷൻ അനന്തൻ. ആ ശേഷനിൽ കയറി കിടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ചാമ്പലിൽ കിടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ജഗത്താകെ തീർന്നു കഴിഞ്ഞ് ശേഷിക്കുന്ന ബോധത്തിൽ പള്ളികൊള്ളുന്നവൻ. ബോധത്തിൽ പള്ളികൊള്ളുന്നവൻ വിശ്വരൂപിയായ വിഷ്ണു എന്നതിൻ്റെ ആലങ്കാരിക ഭാവം. ശേഷൻ അശേഷശേഷനാണ്, ജഗദാതിശേഷനാണ്. അതുകൊണ്ട് ശേഷശായി ബോധസ്വരൂപനുമായി. ഭാഗവതമൊക്കെ സപ്താഹത്തിലും കേട്ടിട്ടുണ്ടാവില്ലേ? അല്ലേ? കേട്ടിട്ടില്ല? അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആ സമയത്ത് ഉണ്ണാനുള്ള തിരക്കിലായി. അവര് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും, പറയാതിരിക്കില്ല. കാരണം അതിനകത്ത് തന്നെ ശ്ലോകമുണ്ട്, അശേഷശേഷോ ജഗദാതിശേഷം. അപ്പൊ എല്ലാം കഴിഞ്ഞ് ശേഷിക്കുന്നത് ചാമ്പലേ ഉള്ളൂ. ബോധത്തില് സകല കർമ്മങ്ങളും കത്തിക്കഴിഞ്ഞ് കർത്തൃത്വം നശിച്ചു കഴിഞ്ഞ് ബോധം മാത്രം, വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ 4ാമത്തെ ഭൂമിക ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെതാണ്. അത് സത്വാപത്തി. അത് നിധിധ്യാസനത്തിന്റെ പ്രഥമ ഫലമാണ്. പ്രഥമ പ്രവർത്തനം കണ്ടു, പ്രഥമ ഫലമാണ്. എന്നാൽ ഇതിനെയും കൂടി മഹാത്മാക്കൾ യസ്യാം ജാഗ്രതിയിൽ പെടുത്താറുണ്ട്. ചില മഹാത്മാക്കൾ ഇതിനെയും കൂടി സാംസാരികമായ ജാഗ്രതാവസ്ഥ എന്ന് പറയാറുണ്ട്. നമ്മളിവിടെ ഇവിടെ മുതൽ അങ്ങോട്ട് ഒന്നിച്ചെടുക്കുന്നത്. കാരണം ആ ആചാര്യന്മാരുടെ അഭിപ്രായത്തോട് വിനയപൂർവം വിസമ്മതിച്ചുകൊണ്ട്, അത് പറഞ്ഞ തെറ്റല്ല, അവർ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ചില ലിംഗങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടം മുതൽ നമുക്കിങ്ങനെ പഠിക്കാം, എന്നിട്ട് പഠിത്തം കഴിയുമ്പോൾ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അതാണ് ഉചിതമായ വഴി. കാരണം അതില് സത്വാപത്തിയില് അങ്ങനെ ഒരു തലമുണ്ട്. അതുകൊണ്ട് നോക്കാം. അപ്പോൾ ചില ആചാര്യന്മാർ, പൂർവാചാര്യന്മാർ ഗീതയുടെ വ്യാഖ്യാനങ്ങൾ സാമ്പ്രദായികമായി പഠിപ്പിച്ചിട്ടുള്ള ചില ആചാര്യന്മാർ, പുസ്തകങ്ങളിലല്ല, നമ്മളിവിടെ പഠിക്കുന്ന ഭഗവത്ഗീത വ്യാഖ്യാനത്തിന്റെ ഒരംശവും പ്രിന്റഡ് ഇല്ല, ഞാൻ അറിയുന്നിടത്തോളം. അതിൻ്റെ എല്ലാ അംശങ്ങളും, അതിൻ്റെ ചില അംശങ്ങൾ
സ്വാമി മഹേശാനന്ദഗിരി, സ്വാമി കാശികാനന്ദഗിരി മുതലായവരുടെ ഗീതാ ചർച്ചകളിലും ഗീതാ പ്രഭാഷണങ്ങളിലും ഉണ്ടാവും. പ്രകാശാനന്ദഗിരി, മഹേശാനന്ദഗിരി, കാശികാനന്ദഗിരി, ഇങ്ങനെ കുറെ ആചാര്യന്മാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകളല്ല. കാശികാനന്ദഗിരി എന്ന് കേട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. മറ്റൊരു രണ്ടുപേരെ നിങ്ങൾ ഒട്ടും കേട്ടിട്ടുണ്ടാവില്ല. അവരൊക്കെ ഭാരതീയ സാമ്പ്രദായിക പാരമ്പര്യത്തിലെ മണ്ഡലേശ്വരന്മാരും മഹന്തുക്കളുമൊക്കെയാണ്. അവര് ചില അവരുടെ പ്രഭാഷണങ്ങൾ ഭക്തന്മാര് കാസറ്റുകളിലോ അതുകൂടാതെ പ്രിന്റഡ് ആയിട്ടോ ഒക്കെ ഇറക്കിയിട്ടുണ്ടാവും. അവിടെയൊക്കെ ഇതിന്റെ സൂചനകൾ കാണും. അത്തരം ആചാര്യന്മാരിൽ ചിലർ ഈ അവസ്ഥയെ യസ്യാം ജാഗ്രതി ഭൂതാനി എന്ന ജാഗ്രതാവസ്ഥയെന്ന് എണ്ണിപ്പോരുന്നുണ്ട്. ചിലർ നേരെ തിരിച്ചുമുണ്ട്. നമ്മൾ തൽക്കാലം രണ്ടുമാണെന്ന് ഉറപ്പിക്കാതെ ആദ്യത്തതിനെ വിനയപൂർവം വിസംവദിച്ചുകൊണ്ട് രണ്ടാമത്തതൊന്ന് പഠിക്കാൻ ശ്രമിക്കുന്നു. അത്ര ഇപ്പം മനസ്സിലാക്കിയാൽ മതി. വിനയപൂർവമേ എന്തിനോടും വിസംവദിക്കാവൂ. സംവദിക്കുന്നത് പോലെ തന്നെയാണ് വിസംവാദവും. അതുകൊണ്ട് തന്നെ വിനയാന്വിതമായ ഒന്നിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ ആ അറിവ് കൂടി നമ്മുടേതായിത്തീരും. വിയോജനക്കുറിപ്പിൽ വിനയമില്ലാത്ത എല്ലാ വിയോജനക്കുറിപ്പും നമ്മുടെ അന്തസത്തയെ ആത്മഭാവത്തിൽ നിന്ന് അകറ്റും. ശാന്തിതവും ചുറ്റുപാടുമുള്ളവർക്ക് ആനന്ദപ്രദവും ലോകത്തെ നമ്മളിലേക്ക് സ്വാംശീകരിച്ചു കൊണ്ടുവന്ന് ഉപസംഹരിക്കുന്നതുമായ ഒന്നാണ് എല്ലാം വിനയപൂർവകമായ വിസംവാദവും. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ വിയോജിപ്പ് തോന്നിയാൽ ആദ്യം അത് വാക്കായി പുറപ്പെടുന്നതിന് മുമ്പ് തനിച്ചിരുന്ന് മനനം ചെയ്യുക. മനസ്സിലായോ എന്നറിയില്ല. എന്നിട്ട് എപ്രകാരമാണ് അതിലെ ശുഭേച്ഛകൾ അറ്റുപോകുന്നതെന്ന് സ്വയം നോക്കിക്കാണുക. അതിന്റെ സുവിചാരണാവേളയിൽ മനനം എങ്ങനെ അഹങ്കാരജന്യമായിത്തീരുന്നു എന്ന് മനസ്സിലാക്കുക. അവിടെ തനുത്വം വരേണ്ട ബ്രഹ്മസാക്ഷാത്കാര ആവൃത്തി ബ്രഹ്മാകാര വൃത്തി എപ്രകാരം നഷ്ടപ്പെടുന്നു എന്ന് തിരിച്ചറിയുക. എന്നിട്ട് ഇന്ദ്രിയങ്ങളിൽ പ്രബലമായ നേത്രേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയങ്ങളിൽ പ്രബലമായ നേത്രേന്ദ്രിയം നല്ലപോലെ സംവദിക്കുമോ എന്നറിയാൻ ഒരു പേനയും പേപ്പറും എടുത്ത് വിസംവാദത്തിന്റെ ഭാഗങ്ങളൊന്ന് എഴുതി നോക്കുക. ഇത്രയും കഴിഞ്ഞിട്ടും വിസംവാദം രേഖപ്പെടുത്തണമെന്ന് തോന്നിയാൽ മാത്രമേ ചർച്ചയ്ക്ക് പോവുള്ളൂ. ആ സമയം കൊണ്ട് നമ്മുടെ വാസന കെട്ടടങ്ങും. അതിനാണ് ഈ എഴുത്തും പണി. മകനെ രണ്ടടി കൊടുക്കാൻ അവന്റെ തെറ്റിനെപ്പറ്റി കേട്ടറിഞ്ഞപ്പോൾ അവൻ എന്തു ചെയ്തു എന്ന് ആലോചിക്കാതെ തല്ലാൻ വടിനെടുത്ത് നിൽക്കുന്ന തന്ത പ്രകൃതിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് കയറ് പൊട്ടിച്ചുപോയ പശുവിനെ പിടിക്കാൻ ഓടിയാൽ തന്തയും മകനും ഒന്നിച്ചോടിപ്പോയി പിടിച്ചു കെട്ടി തിരിച്ചു വരുമ്പോൾ തല്ല് മറന്നുപോകും. ഇനി തല്ലാനാവുകയില്ല. മനസ്സിലായില്ല? തല്ലിക്കഴിഞ്ഞാൽ ആ തല്ലും അതിൻ്റെ വേദനയും തിരിച്ചെടുക്കാനാവില്ല.
തല്ലുന്നവനിൽ മാത്രമേ ആ വേദന ഉണ്ടാകുന്നുള്ളൂ. കൊള്ളുന്നവൻ നിഷ്കളങ്കനാണെങ്കിൽ അവനിൽ വേദന ഉണ്ടാകുന്നില്ല. കളങ്കിതമായ അവസ്ഥയുണ്ടെങ്കിൽ അവനിൽ അഹങ്കാരമല്ലാതെ വേദന ഉണ്ടാകുന്നില്ല. മനസ്സിലായില്ല? തെറ്റ് ചെയ്തതിന് ഒരുത്തനെ നിങ്ങൾ ശിക്ഷിച്ചാൽ തെറ്റാണെന്ന് അവന് ബോധ്യപ്പെടാത്തിടത്തോളം കാലം അവന്റെ അഹന്ത നിങ്ങൾക്കെതിരായി നീങ്ങുക മാത്രമേ ഉള്ളൂ, വേദനയില്ല. നിങ്ങളെ എങ്ങനെയും നേരിടണമെന്ന അഹന്തയല്ലാതെ അവനൊരല്പം പോലും വേദന നിങ്ങളുടെ തല്ലുകൊണ്ടുണ്ടാവില്ല. Am I right? ശരിയാണ്. 1. 2, അവൻ നിഷ്കളങ്കനാണെങ്കിൽ തല്ലിയ തല്ലിയവന് തോന്നിയ അജ്ഞാനം തന്തയായിരുന്നെങ്കിലും ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്തിൽ എനിക്ക് പ്രതികൂലമായിരുന്നു സാഹചര്യമെന്ന് വന്ന ഒരു സമയത്ത് ഞാൻ വാങ്ങുന്നതാണ് ഈ തല്ലെന്നും ഇതെനിക്ക് എന്നോ കിട്ടേണ്ടതാണ്, അതിപ്പോൾ തെറ്റ് ചെയ്യാതെ കിട്ടിയത് കൊണ്ട് സന്തുഷ്ടനാണെന്നുമുള്ള ആന്തരികമായ ആനന്ദമല്ലാതെ എതിർപ്പുളവാവുകയില്ല. അതുകൊണ്ട് തല്ലെല്ലാം കഴിഞ്ഞാൽ ആദ്യം തന്ത ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യുന്നത് പലപ്പോഴും അവൻ തന്നെയായിരിക്കും. അപ്പോഴാണ് തല്ലിയ തന്ത തല്ല് കഴിഞ്ഞുള്ള വിഷമത്തിൽ നിന്ന് അടുത്ത വിഷമത്തിലേക്ക് കിടക്കുന്നത്. മനസ്സിലായില്ല? തല്ലുന്നവന് മാത്രമേ വിഷമമുണ്ടാവൂ എന്നുള്ളതിൽ നിന്ന് ഹിംസയുടെ ഭാഗത്ത്, ഹിംസ ചെയ്യുന്നവരിൽ മാത്രമേ ഹിംസയുടെ വേദനയുള്ളൂ, ഹിംസയുടെ ഫലം അനുഭവിക്കുന്നവനിൽ വേദനയില്ലെന്ന് സ്പഷ്ടമാവും. ഇതാണ് ശാസ്ത്രം. അപ്പൊ എങ്ങനെയെങ്കിലും കാലപ്രത്യയമായ ഒരു കർമ്മത്തിലേക്ക് തന്നെ കാലം നിയോഗിക്കാൻ പോകുന്നുവെങ്കിൽ ആ മുഹൂർത്തം ഒന്ന് കടന്നു കിട്ടിയാൽ പലപ്പോഴും ആ കർമ്മത്തിൽ നിന്ന് ഞാൻ മുക്തനാവും. അങ്ങനെ ഞാൻ കാലത്തെയും അതിജീവിക്കുവാൻ കഴിവുള്ളവനായിത്തീരുമെന്നതിനാൽ അതുകൊണ്ടാണല്ലോ ആന്റണിയും നരസിംഹറാവുവും ഒക്കെ രക്ഷപ്പെടുന്നതും കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ ഉരുട്ടലിൽ വീഴുന്നതും. ഇനി മനസ്സിലായില്ല? കർമ്മ നൈരന്തര്യത്തിന്റെ കാലവാചികളായ ശബ്ദങ്ങളെ ആലോചനയുടെ അന്തരിന്ദ്രിയ ദൃഷ്ടിയിൽ സൂക്ഷിക്കുന്നവൻ ആലോചിച്ചു വരുമ്പോഴേക്ക് കർമ്മപ്രേരണയും കർമ്മവും കർമ്മഫലവും അന്യമായി തീരുകയാൽ അവൻ കർമ്മത്തിൽ നിന്ന് കാലം കൊണ്ട് മുക്തനാകുന്നു. സ്വന്തം അറിവ് കൊണ്ടല്ല. എന്നാലും അതൊരു രക്ഷ തന്നെയാണ്. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. വീട്ടിലാണെങ്കിലും അതെ, സ്വല്പ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ആ സമയത്ത് മാത്രമാണ് അടിക്കണം ഇടിക്കണം എന്നൊക്കെ തോന്നുന്നത്. ശരിയല്ല? ശരിയല്ല? അങ്ങനല്ല. ഒരു സിനിമയ്ക്ക് പോകുന്നത് പോലും അങ്ങനെയാണ്. 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്കേ തോന്നലുള്ളൂ. സിനിമ കൊട്ടകയിൽ 6 മണിക്കായിരിക്കാം പടം തുടങ്ങുന്നത്. ഇപ്പോഴത്തെ സമയമൊക്കെ മാറ്റം ഉണ്ടാകും കേട്ടോ. പഴയ കാലത്തെ ദിവസേനയുള്ള കളികളുടെ സമയമാണ്. ഇപ്പൊ 10 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ ഷോയും തീരുമെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ തോന്നുന്നു അല്ലേ? സമയം നിങ്ങൾ വിചാരിക്കുന്നല്ലോ. ആരൊരാൾ പറഞ്ഞു, സ്വാമി ഇപ്പോഴൊന്നും പോകാറില്ല, പണ്ടെങ്ങാണ്ട് പോയ ഓർമ്മയാണ്, അതുകൊണ്ട് പറഞ്ഞ ഇപ്പോഴത്തെ സമയമായിട്ട് നിങ്ങളങ്ങ് താരതമ്യപ്പെടുത്തിക്കൊണ്ടാൽ മതി, അത് നിങ്ങൾക്ക് വിടുന്നു. അപ്പോൾ അതിനാ പോകണമെന്ന് തോന്നുന്ന സമയം ഇയാളൊരു 10 മിനിറ്റ് താമസിച്ചു വന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചത് 5:10 പോകാമെന്നാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ അതിനിടയ്ക്ക് വണ്ടിയിൽ പെട്രോൾ ഇല്ലാതെ പോയിട്ടോ മറ്റോ പെട്രോൾ അടിക്കാൻ ഒരു പമ്പിൽ കയറി 10 മിനിറ്റ് താമസിച്ചു വരും. വന്നപ്പോഴേക്ക് തയ്യാറായിരുന്നതെല്ലാം അഴിച്ചു വെച്ച് പെട്ടിയൊക്കെ മടങ്ങി ഇന്നിനി പോകുന്നില്ല. അങ്ങനല്ലേ? അല്ലേ? കൊട്ടക ഇവിടെ തുറന്നിരിപ്പുണ്ട്, പോയാൽ പടം ആദ്യം പോലെ കാണാവുന്നതേ ഉള്ളൂ, സമയമായില്ല, ഈ ഓട്ടോയിൽ തന്നെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞാലും എന്തു പറയും? വേണ്ട, ഇന്നിനി വേണ്ട, ചൂടിലാണ്. ഇതാണ് മനുഷ്യ മനസ്സ്.
കാലം ഒരു നിർണായക പങ്കുവഹിക്കുന്നതാണ് നമ്മുടെ ബോധതലങ്ങളിലെല്ലാം. കാലത്തിന്റെ കളികളെ തിരിച്ചറിയുന്നവൻ കാലത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തനാകുന്നു. കാലം ഓരോ മുഹൂർത്തത്തിലും അതിന്റെ നൈരന്തര്യത്തെ കാട്ടിക്കൂട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഭൂമികയിൽ സത്വാപത്തി, അത് നിധിധ്യാസനത്തിന്റെ ഫലമാണ്. ജാഗ്രതാവസ്ഥയെന്ന് ചില ആളുകൾ വിചാരിക്കുന്നു. അപ്പോൾ അന്യ അവസ്ഥകളും സത്വാപത്തിയും തമ്മിൽ എന്തു വ്യത്യാസം? ആ സമയത്ത് ബ്രഹ്മവിത്ത് ആയാൽ ബ്രഹ്മത്തിൽ തന്നെ ജാഗ്രതമാണ്. മറ്റുള്ളവർ ബ്രഹ്മത്തിൽ സുപ്തമാണ്, സംസാരത്തിൽ ജാഗ്രതമാണ്. അതായത് ബ്രഹ്മവിത്ത് ബ്രഹ്മത്തിൽ ജാഗ്രതം, ഭൂതങ്ങൾ സംസാരത്തിൽ ജാഗ്രതം. സത്വാവസ്ഥയിൽ നിലവന്നവൻ, ആ സത്വാവസ്ഥയിൽ ഒരാൾക്ക് നിലയുണ്ടായാൽ ബ്രഹ്മത്തിൽ ജാഗ്രതമാണ്, സംസാരത്തിലും ജാഗ്രതമാണ്. ഇവിടെ വെച്ചാൽ ഈ പഠിപ്പിക്കലും പഠിക്കലും ഒക്കെ നടക്കുന്നത്. ആകെപ്പണി ഇവിടെയാണ്. സത്വാവസ്ഥയിൽ ഒരാൾ എത്തിയാൽ അയാൾ സംസാരത്തിൽ ജാഗ്രതമാണ്, സംസാരം മുഴുവൻ തെളിയും. ബ്രഹ്മത്തിൽ ജാഗ്രതമാണ്, ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ എല്ലാ അംശങ്ങളും തെളിയും. അപ്പൊ ശ്രവണ മനന നിധ്യാസനം കൊണ്ട് ബ്രഹ്മത്തിൽ ജാഗ്രതമാണ്. എന്നാൽ സംസാരത്തിന്റെ പൂർണ്ണബാധയില്ല. സംസാരം കാണാം ദൃഷ്ടാന്ത രൂപമായി. സംസാരം അതിന്റെ ദൃഷ്ടാന്ത രൂപത്തിൽ കാണാം. അപ്പൊ ശ്രവണ മനന നിധ്യാസനാദികൾ കൊണ്ട് സംസാരത്തിൽ ജാഗ്രതമായിരിക്കുമ്പോഴും സംസാരത്തിന്റെ പൂർണ്ണബാധ പോവില്ല. അതുകൊണ്ട് സംസാരത്തിലും ജാഗ്രതമാണ്. ഉപദേഷ്ടാക്കളായ ഗുരുക്കന്മാർ, ഒട്ടേറെ ഉപദേഷ്ടാക്കളായ ഗുരുക്കന്മാർ, അവർ ഈ ഭൂമികയിലാണ്. അവിടെ വെച്ചേ ഉപദേശമുള്ളൂ. ആ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് സംസാരത്തിലേക്കും ജഗത്തിലേക്കും, കാരണം രണ്ടിടത്തേക്കും പോകുന്ന ഒരു വാഹനത്തിലൂടെയല്ലാതെ സംസാര ബന്ധനം സുസാധ്യമല്ല. അതുകൊണ്ട് മാനവികങ്ങളായ ഉപദേശങ്ങളോട് ബന്ധപ്പെട്ട് കൃഷ്ണൻ യുദ്ധക്കളത്തിൽ ഉപദേശങ്ങളെ ചെയ്യുമ്പോൾ സംസാരത്തിലേക്കും അതേപോലെ തന്നെ ബ്രഹ്മത്തിലേക്കും ജാഗ്രതമായി നിലനിന്നുകൊണ്ട് ആണ് ആ ഉപദേശങ്ങളെ അത്രയും ചെയ്യുന്നത്. വ്യാസൻ സംസാരത്തിലേക്കും അതുപോലെ തന്നെ ബ്രഹ്മത്തിലേക്കും ഒരേപോലെ ജാഗ്രതമായി നിന്നുകൊണ്ടാണ് ഇതിനെ മുഴുവൻ അവതരിപ്പിക്കുന്നത്. അപ്പൊ സംസാരം മുഴുവൻ ഒരു മിഥ്യാരൂപേണ തിളങ്ങി ഉദാഹരണമായി കാണുകയും ദൃഷ്ടാന്തരൂപേണ, അതേപോലെ തന്നെ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഭാവം കൈവരുന്നത്. ഇല്ലെങ്കിലില്ല. ഇതിനപ്പുറത്തേക്ക് പോയാൽ ഇപ്പുറത്തേക്ക് ബന്ധങ്ങളില്ല, ഇപ്പുറത്ത് നിന്നാൽ അപ്പുറത്തേക്ക് ബന്ധമില്ല. അപ്പോ ദൃഷ്ടാന്തകുശലനായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ പോലെ വ്യാസനെ പോലെ രണ്ട് ഭാവങ്ങളെയും ഗൃഹസ്ഥൻ സത്വാപത്തിയിൽ വെച്ച് കൈക്കൊള്ളുമ്പോൾ, ഇനി ഗൃഹസ്ഥനില്ല വീണ്ടും വരുന്നത്, സത്വാപത്തിയിലേക്ക് ഗൃഹസ്ഥൻ എത്തിയാൽ കൈവരുമ്പോൾ ഭാര്യയെ സംസാരത്തിൽ നിന്ന് ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ ലോകത്തിലേക്ക് അവൻ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകും. ഭാര്യയോടൊപ്പം സംസാരത്തിലേക്ക് ഇറങ്ങി വന്ന്
സംസാരത്തിൽ നിന്ന് സാക്ഷാത്കാരത്തിന്റെ ലോകങ്ങൾ വിശദീകരിച്ചു കൊടുക്കും. സാക്ഷാത്കാരത്തിന്റെ അല്പമാത്രമായ സുഖ സംതൃപ്തികളെ അവൻ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു കൊടുക്കും. ഇന്ത്യൻ ഗാർഹസ്ഥ്യ ധർമ്മത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇതായിരുന്നു. ഇന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഇത് പൂർണ്ണമായി ഗൃഹസ്ഥനിൽ വെച്ച് കേൾക്കണം. അവിടെ പാരസ്പര്യത്തിന്റെ അന്തരിന്ദ്രിയ ദൃഷ്ടികളാണ് ഉണരുന്നത്. അവിടെ നിന്ന് ഭാര്യ ഇതെല്ലാം ഉൾക്കൊണ്ട് അതിന്റെ അനുഭൂതി സന്ദായകമായൊരവസ്ഥയിൽ ഗർഭാധാനമെന്ന സംസ്കാരത്തിലേക്ക് കടന്നു പോകുമ്പോൾ സംസാരമുക്തമായ ഒരു തലത്തിൽ തന്റെ പരമ്പരയെ അറിവിന്റെ പരമ്പരയായി നിലനിർത്തുവാൻ സ്വേച്ഛാപരേച്ഛകളിൽ തന്നെ ആനയിച്ച് അനിച്ഛാപൂർവകമായ ഒരു യാദൃച്ഛികതയിൽ പുത്രൻ ജനിക്കുമ്പോൾ അവനിലേക്ക് അമ്മ തന്റെ അറിവ് ആ ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ ലോകങ്ങളിലും സംസാര ലോകങ്ങളിലും നിന്ന് അവനെ കൈപിടിച്ചുയർത്തി ആദ്യത്തെ ഗുരുവായി അങ്ങോട്ട് കയറ്റുന്നു. അവ പരമ്പര പൂർത്തിയാകുന്നു. ഇവിടെ വേറെ ബാഹ്യ ഗുരുക്കന്മാരും ബാഹ്യ ബന്ധങ്ങളും ഒന്നും വേണ്ടി വരുന്നില്ല. പരമപ്രാധാന്യമുള്ള വ്യവസ്ഥാപിതമായ ആശ്രമധർമ്മവും വർണ്ണധർമ്മവും ഇവിടെ കൈകോർക്കുമ്പോൾ മാനവചേതന ആനന്ദതുന്തിലമാകുന്നു. ഇതൊക്കെ അറിയാതെ പെണ്ണ് കെട്ടിയാൽ ഗൃഹസ്ഥനെന്നും കെട്ടാത്തവനൊക്കെ ബ്രഹ്മചാരി എന്നും കാവ്യെടുത്താൽ സന്യാസി എന്നും ഒക്കെ എഴുതി പിടിപ്പിച്ച് കാവ്യെടുത്ത് ഷാപ്പിലേക്ക് പോയാൽ സന്യാസി ഷാപ്പിൽ പോയെന്നും കാവ്യെടുത്ത് ഒരു പെണ്ണിന്റെ തോളത്ത് കൈയിട്ടാൽ സന്യാസി തെറ്റ് ചെയ്തുവെന്നും ഒക്കെ മാധ്യമങ്ങളും നിങ്ങളും എഴുതുകയും പറയുകയും ചെയ്യുന്ന ഈ കാലത്ത് ശങ്കരിസിദ്ധന്റെയും പ്രഹ്ലാദന്റെയും ഒക്കെ കാലത്ത് അല്ലേ പറയാൻ അല്ലേ ആത്മവിദ്യയുടെ അന്തർമണ്ഡലം അറിവിന്റെ ഉദാരതകളിൽ എങ്ങനെ നിലകൊള്ളുന്നു എന്നറിയാത്ത ഒരു സമൂഹത്തിന്റെ വാങ്മയങ്ങൾ എത്രത്തോളം അവനെ തന്നെ നിസ്സാരനാക്കി തീർക്കുന്നു പഠിച്ചു നോക്കേണ്ടതാണ്. ആത്മസാക്ഷാത്കാരത്തിന്റെ ലോകങ്ങൾ അവനവന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് പൂർണ്ണമാകുന്നത്. അതിന് പാരസ്പര്യ പ്രചോദിതമായ ഒരു കുടുംബ സംവിധാനം അനിവാര്യമാണ്. ഇന്നില്ല. അതുകൊണ്ട് അറിയുന്ന ഗുരുക്കന്മാരെ എവിടെയെങ്കിലും കണ്ടെത്തി അറിയുന്നത് നന്നാണ്. തനിക്കറിയാൻ അവർ പോരാ എന്ന് തോന്നുമ്പോൾ, താൻ അറിയുന്നത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ അതിനെ വിനയപൂർവം വിസംവദിച്ച് അവരുടെ അറിവ് അവർ പറഞ്ഞു തന്ന രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഏത് അദൃഷ്ടം കൊണ്ടെന്ന് അറിഞ്ഞ് ആ അദൃഷ്ടത്തെ മാറ്റിമറിക്കുവാനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതാണ് ഇതിന്റെ ബന്ധം. അതിന്റെ പ്രായോഗികത എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വിഷയത്തിലുള്ളതല്ല. സാധകന് പറഞ്ഞു കൊടുക്കേണ്ട മര്യാദയാണ്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അത് നമ്മുടെ വിഷയത്തിൽ യാനിശയുടെ വ്യാഖ്യാനത്തിലില്ല. അപ്പൊ യാനിശയില് സത്വാവസ്ഥയിൽ നിലവന്നവന് ബ്രഹ്മത്തിലും സംസാരത്തിലും ജാഗൃതമാണ്. അപ്പൊ ഈ ഭൂമികയിലാണ് ഉപദേഷ്ടാക്കളുടെ എല്ലാം നില. അല്ലാത്തവർ ഉപദേഷ്ടാക്കളുടെ കൂടെ ഉണ്ടെങ്കിലും അവർ ഈ പട്ടികയിലാണെന്ന്
വ്യക്തമാക്കി ഉപദേശിക്കണം. അപ്പൊ സംസാരത്തിൽ ജാഗൃതമല്ലെങ്കിൽ ഉപദേശം ആർക്ക് നൽകും? സംസാരം ഇല്ലെങ്കിൽ പിന്നെ ഉപദേശം ഇല്ല. അതുകൊണ്ട് ഉപദേശിക്കുന്ന വേളയിലെങ്കിലും സംസാരത്തിലാണ്. സംസാരം വിട്ടാൽ പിന്നെ ഉപദേശമില്ല. ഉപദേശത്തിന് സംസാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ സാംസാരിക മര്യാദകളെല്ലാം പാലിക്കുകയും വേണം. സംസാരത്തിൽ നിന്ന് കരയേറുമ്പോൾ മര്യാദകളും വേണ്ട. എല്ലാ സംസാര മര്യാദകളും ഒന്നൊഴിയാതെ. ഇതറിയാൻ മേലാതെ ഭക്തന്മാര് സംസാര മര്യാദകൾ വെടിയാൻ ഉപദേഷ്ടാക്കളെ പ്രേരിപ്പിക്കും. അതാണ് അവരുടെ പതനം. അത് അവര് അടുത്ത ജന്മത്തിൽ ശ്രീമതാം ഗേഹേ ജനിക്കുമെന്ന് ഗീത പറയുന്നുണ്ട്. അല്ലാതെ ഒന്നും സംഭവിക്കില്ല. യോഗഭ്രഷ്ടോപി ജായതേ. ഭക്തൻ കൂടിയാൽ ഭ്രഷ്ടനാക്കാതെ അവൻ ഉറക്കം വരത്തില്ല. അങ്ങനെയാണ്. അതുകൊണ്ട് ഭക്തനാകാൻ അനുവദിക്കരുത്. കൃഷ്ണൻ അനുവദിച്ചില്ല. ഭക്ത ലക്ഷണമൊക്കെ പറഞ്ഞ അങ്ങനെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നീങ്ങേണ്ട ഒരു പന്ഥാവാണിത്. ഉപദേഷ്ടാക്കൾ ഏത് തലം വരെയാണ് നിൽക്കുന്നത്, എങ്ങനെ സംസാരത്തിലേക്ക് വരുന്നു, സംസാരകാരിണിയായ അവിദ്യയെ വളരെ തുച്ഛമായി, വളരെ നിസ്സാരമായി ഇതെല്ലാം. കാരണം സംസാരത്തിന്റെ മര്യാദകൾ തുച്ഛങ്ങളാണ്. അത് പാലിക്കാൻ അത്ര വിഷമമൊന്നുമില്ല. ലോകത്ത് നടക്കുന്ന നീതികൾ സംസാരത്തിലെ നീതികളല്ല. സംസാര നീതികൾ ഏത് ഭരണഘടന ഉണ്ടാക്കിയാലും അത് ബ്രഹ്മനീതികളിലൂടെ സമം എത്തിക്കാനാവില്ല. ഏത് ആധിപത്യ കാലത്തും നടക്കുന്ന നീതി പ്രകൃതിയുടെ നീതിയാണ്. ഞാൻ എന്നോ ഒരിക്കൽ തെറ്റ് ചെയ്യുന്നു, പിന്നീടൊരിക്കൽ വേറൊരുത്തൻ നടത്തുന്ന കൊലപാതകത്തിന്റെ അടുക്ക കൂടെ പോകുന്നു, അവൻ കുത്തിയ കത്തിയിൽ നിന്ന് ചോര എന്റെ മുണ്ടിൽ തെറിക്കുന്നു. അവന് ഭരണാധികാരികളോടും ന്യായാസനത്തോടും ചേർന്ന് നിൽക്കുന്നവനും പ്രിയമുള്ളവനുമാകുന്നത് കൊണ്ട് അവനെ ന്യായാസനം രക്ഷിക്കുന്നു, എന്നെ തൂക്കാൻ വിധിക്കുന്നു. ലോകത്തെന്നും ഇങ്ങനെയേ സംസാര നീതിയുള്ളൂ. പ്രിയാപ്രിയങ്ങൾ മാത്രമാണ് കോടതിയിലും പോലീസിലും പട്ടാളത്തിലും നിയമനത്തിലും എല്ലാം ആരെ ഭരിക്കാൻ വിട്ടാലും. നാളെ രാവിലെ നിങ്ങളൊക്കെ കൂടെ തെരഞ്ഞെടുത്ത് ഇന്ത്യയുടെ ചോദ്യം ചെയ്യാനാവാത്ത പ്രസിഡന്റായി സ്വാമി നിർമ്മലാനന്ദഗിരിയെ കയറ്റിയിരുത്തിയിട്ട് നിങ്ങളിൽ ചിലർ ഓടി വന്ന് ചിന്മയ മിഷനിലെ ക്ലാസ്സിൽ വരുന്നതാണ്, മകൻ പാസ്സായി നിൽപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ബിഡിയുടെ പുറമേയുള്ള പേപ്പറിന്റെ പുറത്ത് ഞാനും ഒപ്പിട്ട് തരും. തന്നില്ലെങ്കിൽ സംസാര നീതിയല്ല. മനസ്സിലായില്ല? ഞാനിപ്പോ ഇരിക്കാത്തത് കൊണ്ട് ബാക്കിയുള്ളവൻ ചെയ്യുന്നതെല്ലാം തെറ്റെന്ന് വിമർശിക്കാൻ നല്ല ചൂടും ചൂരും ഉണ്ടാവും. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരോട്, എനിക്ക് വേണ്ടപ്പെട്ടവരോട്, എന്നെ പ്രശംസിച്ചവരോട്, എനിക്ക് അരുൾ ചെയ്ത് നിന്നവരോട് ഒക്കെയുള്ള ബന്ധം തീർക്കാനുള്ളതാണ് ഈ സംസാരം. അത് മാത്രമേ ഈ സംസാരത്തിൽ നടക്കുന്നുള്ളൂ. മറ്റു നീതികൾ പ്രതീക്ഷിക്കുന്നവനെല്ലാം വിദ്യയാണ്. മനസ്സിലായില്ല? അല്ലെങ്കിൽ അറിവ് എന്ന രാജർഷി അവിടെ സിംഹാസനത്തിലിരിക്കണം. അപ്പോൾ അയാൾ ഭരിക്കില്ല, സാക്ഷിയായി ഭരിക്കുന്നത് ബിംബങ്ങളായിരിക്കും. ഇതിന്റെ വ്യതിയാനം ഇതാണ്. നിങ്ങളുടെ വീടും അങ്ങനെയാണ്. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന നീതിയാണ് നിങ്ങൾ രാഷ്ട്രത്തിൽ കാണുന്നത്. വീട്ടിൽ നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് പ്രിയമുള്ളവനാണ്ടേ കൂടുതൽ പ്രാധാന്യം. ശരിയല്ല അല്ലേ? അങ്ങനല്ല.
അങ്ങനെയല്ല. എല്ലാരും അങ്ങനെയാണ്, അല്ലെങ്കിൽ ആരും അങ്ങനെയല്ല. അതുകൊണ്ട് ഒന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ലെന്നും മറ്റും പറയണ്ട. ഒന്നുകിൽ എല്ലാവരും അങ്ങനെയാണ്, ആരും അങ്ങനെയല്ല. പ്രിയമുള്ള ഒരാളിനെ കാണുമ്പോൾ ആ കണ്ണുകളിൽ വരുന്ന തെളിച്ചവും പല്ലിൽ വരുന്ന ചിരിയും അപ്രിയമുള്ള ഒരാളിനെ രാവിലെ കാണുമ്പോഴേ ഉണ്ടാവുമോ ടീച്ചറെ? ഉണ്ടാവും. രണ്ടിടത്തും ഒരുപോലെ ഈ മുഖത്തിന് തെളിച്ചുണ്ടാവും. ഉണ്ടാവണം. അതൊരുമാതിരി അത്ര കണ്ടനുമല്ല ചക്കിയല്ലാത്ത ഏർപ്പാടാണ്. ഉണ്ടാകുമോ എന്നായി ചോദിച്ചാൽ ഇല്ല, ഉണ്ടാവില്ല. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ മണിയേട്ടന്റെ മുഖവും മകളുടെ മുഖവും കാണുമ്പോൾ ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മതമല്ല. ഞാൻ രണ്ടും കണ്ടതല്ലേ. ടീച്ചർ രാവിലെ ഏറ്റു വന്ന് ആദ്യം മണിയേട്ടൻ വിളിക്കുമ്പോൾ മണിയേട്ടന്റെ മുഖം അങ്ങ് കാണുമ്പോഴേ ഒരുമാതിരി കഷായം കുടിച്ച പോലുള്ള ആ മുഖവും, മകൾ അമ്മയെന്ന് വിളിക്കുമ്പോ മകളെ കാണുമ്പോ ഒരുമാതിരി പാലടപ്രഭവൻ അടിച്ചിട്ട് നിൽക്കുന്ന ആ മുഖവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കണ്ടില്ലെന്ന് ഇനി ടീച്ചർ പറഞ്ഞാൽ സുഭാഷ് പറയട്ടെ. എന്ന് പറയുന്നു സുഭാഷ്. അതുകൊണ്ട് ഇതിന് തർക്കമൊന്നുമില്ല. ശാസ്ത്രനീതികളെല്ലാം ഇങ്ങനെയാണ്. മാനവന്റെ ആദിമ സംസ്കൃതി മുതൽ അറിവിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് വരെ എന്നും മനുഷ്യൻ ഇങ്ങനെയാണ്. എപ്പോൾ നിങ്ങൾ അറിവിന്റെ പൂർണ്ണതയിൽ എത്തുന്നുവോ നിങ്ങളിലെ ബന്ധങ്ങൾ അറ്റുപോവുകയും സാക്ഷിയായി മാറുകയും ചെയ്യുമ്പോൾ പ്രിയമോ അപ്രിയമോ ഇല്ലാത്തൊരു ലോകത്തേക്ക് എത്തുന്നു. അവിടം വരെ മാനവൻ എന്നും ഇങ്ങനെയാണ്. ഇങ്ങനെയേ തുടരൂ. ഇത് മാറ്റമില്ലാത്തൊരു പ്രവാഹമാണ്. ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്നവർ മാറ്റത്തെ അറിയാത്തവരാണ്. മാറാവുന്നത് നമ്മുടെ ബോധത്തിന് മാത്രമാണ്. ജഗത്തിന് മാറ്റമുണ്ടാവില്ല. നിങ്ങൾക്കെപ്പോൾ കാലുനോവുമെന്ന് തോന്നുന്നുവോ, എപ്പോൾ പ്രപഞ്ചത്തിൽ മുള്ളു കാണുന്നുവോ ഒരു ചെരുപ്പ് മേടിച്ചിരുന്നത് ഉത്തമമാണ്. ഭൂമിയിൽ ആർക്കും മുള്ളു കൊള്ളാതിരിക്കാൻ തോല് വിരിക്കാൻ പോകുന്നത് വിഡ്ഢിത്തമാണ്. മനസ്സിലായില്ല? ഒരു ഭാഗത്ത് 1000 അഗതികൾ ഒഴുകി വരുമ്പോൾ എടുത്തു പോറ്റാൻ 1000 അഗതികൾക്കുള്ള മന്ദിരങ്ങൾ ഉണ്ടാക്കി പിരിവ് നടത്തുമ്പോൾ 1000 ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെയെങ്കിൽ നിങ്ങൾ പോറ്റാൻ തുടങ്ങുമ്പോൾ ഈ ജഗത് 10,000 സൃഷ്ടിച്ചു തരുന്നു. ജഗത്തിന്റെ നീതിശാസ്ത്രങ്ങളെ ചോദ്യം ചെയ്യുന്നവന്റെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായി ജഗത്ത് മാറി മറിയുമ്പോൾ ആയിരക്കണക്കിന് സംഘടനകളും സംഭാവിതങ്ങളായ നീതിശാസ്ത്രങ്ങളും കെട്ടിച്ചമച്ച് ലക്ഷോപലക്ഷം വരുന്ന അഗതികളെ സംരക്ഷിക്കുന്നതിനുള്ള നീതിശാസ്ത്രങ്ങൾ ചമച്ചുണ്ടാക്കുമ്പോൾ കത്രീനയിൽ നിന്ന് റീത്തയിലേക്ക്, റീത്തയിൽ നിന്ന് ഇതിലേക്കുമെല്ലാം വളരും. ഇതിനെയൊക്കെ കണ്ട് പ്രശംസിക്കുകയും പ്രശംസിക്കാതിരിക്കുകയും ചെയ്യുന്ന ലോകത്ത് നിൽക്കുമ്പോൾ എവിടെയാണ് പ്രകൃതിയിൽ സംരക്ഷണം ഉണ്ടാകുന്നത്? ആരാണ് സംരക്ഷിക്കുന്നത്? മനസ്സിന്റെ സങ്കല്പനങ്ങൾ ഉദാത്തവും ഉന്നതവുമാകുമ്പോൾ പ്രകൃതി ശാന്തമാകുന്നു. പ്രകൃതിയെ ശാന്തമാക്കാനുള്ള വിദ്യ സമൂഹത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ ഈ പിരിവുകളൊക്കെ അസ്തമിക്കുമായിരുന്നു. ശാന്തമായൊരു പ്രകൃതിയിൽ കത്രീനയും റീത്തയും ഒന്നും ആഞ്ഞടിക്കാതെ മാനവനവന്റെ അഹംകൃതിയിൽ ഞാനെല്ലാം ലജ്ജിപ്പേനെന്ന ചാമ്മാന്റെ സ്വരൂപം കൈക്കൊള്ളുമ്പോൾ, അല്ലേ, വില്ലുമമ്പുമെടുത്ത് ഏൻ ലജ്ജിപ്പേൻ എന്ന് പറയുമ്പോൾ രക്ഷിക്കാനാവാത്ത പ്രകൃതി ദുരന്തങ്ങൾക്ക് മുമ്പിൽ എല്ലാ സിദ്ധനും എല്ലാ ശാസ്ത്രജ്ഞനും എല്ലാ സന്യാസിയും എല്ലാ ഗൃഹസ്ഥനും എല്ലാ ബ്രഹ്മചാരിയും എല്ലാ ന്യായാസനങ്ങളും വിറങ്ങലിച്ചു നിൽക്കുക മാത്രമാണ്. അത്യപൂർവങ്ങളായ സിദ്ധികളും
അത്യപൂർവങ്ങളായ അത്ഭുതങ്ങളും ഉള്ള ആളുകൾ നിറഞ്ഞ ഈ ലോകത്ത് എന്തേ അവരുടെ കടക്കൻ കോണുകൾ അതിനെ മൃത്യുവിലേക്ക് നയിക്കാതെ ശാന്തമായി നിന്നില്ല? പ്രകൃതിയുടെ വിലാസങ്ങൾക്ക് മുമ്പിൽ എല്ലാ സിദ്ധികളും ദുഷ്പ്രാപമാണ്. മനസ്സിലായില്ല. ദുരന്തങ്ങൾ പ്രകൃതിയിൽ ആവിർഭവിക്കുന്നതിന് മുമ്പ് മാനവ മനസ്സുകളുടെ ഉദാര രംഗങ്ങളിൽ ആത്മജ്യോതിസ് തെളിച്ച് ഒരു കാലഘട്ടത്തെ മുഴുവൻ ആത്മാവിഷ്കാരങ്ങളുടെ ലോകങ്ങളിലേക്ക് എത്തിച്ച് ശുഭേച്ഛയിലൂടെയും സുവിചാരണയിലൂടെയും സത്വാവത്തിയുടെ ജഗത്തും ബ്രഹ്മവും ഒരുപോലെ കാണുന്ന ലോകങ്ങളിലേക്ക് എത്തിച്ചാൽ സുസാധ്യമാകുന്ന കാര്യം. ഇതാണ് ഭാരതം നൽകിയത്. അതുകൊണ്ട് ഭാരതത്തിൽ പൗരാണിക കാലത്തു തന്നെ സംഘടിതമായ സേവാപ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. സേവിക്കപ്പെടാൻ യോഗ്യരില്ലാതാകുന്നതാണ് സേവനത്തിന്റെ മഹനീയ മാതൃക. സേവനത്തിന്റെ അഹങ്കാരം ഏറ്റെടുക്കുമ്പോൾ സേവിക്കപ്പെടാനുള്ളവനെ സൃഷ്ടിക്കേണ്ടതും സേവക സമൂഹത്തിന്റെ ആവശ്യമായി മാറും. മനസ്സിലായില്ല? പിടിയിട്ടില്ല? എല്ലാം ഞാൻ മറ്റുള്ളവരെ സേവിക്കാനുള്ള സംഘടിതമായ ശ്രമത്തിലേക്ക് ഉയരുമ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് സേവിക്കാനുള്ളവനെ വിട്ടുതരണമേ എന്ന ആന്തരികമായ പ്രാർത്ഥന കാലൊടിഞ്ഞവനും കൈയൊടിഞ്ഞവനും ഉണ്ടാകണമേ എന്ന് തന്നെയല്ലേ? ചോദ്യം മനസ്സിലായില്ല? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ നിലനിൽപ്പെവിടെയാണ്? വക്കീലന്മാരുടെ എണ്ണം കൂടുമ്പോൾ കേസുകൾ കൂടണമേ എന്നല്ലാതെ കുളിച്ചു തൊഴാൻ പോകുമ്പോ കേസ് ഇല്ലാതാകണമേ എന്ന് പ്രാർത്ഥിക്കുവോ? ചോദ്യം മനസ്സിലായില്ല? ശരിയല്ല? ഒരു തൊഴിലായി മാറുമ്പോൾ അതുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ വികാസ പരിണാമങ്ങൾ മനസ്സെന്ന ഘടകത്തെ വെച്ച് പഠിച്ചാൽ സംഗതി വേറെയാണ്. മനസ്സ് മാറ്റിവെച്ച് പഠിച്ചാൽ നിങ്ങൾ പഠിച്ചോക്കെയാണ്. അതുകൊണ്ടാണ് സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. അത് രണ്ടും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. അത് ഉൾക്കൊള്ളുമ്പോഴേ ഇത് മനസ്സിലാവും. അത് ഉൾക്കൊള്ളാതെ കിട്ടില്ല. അപ്പോ പ്രാണികളുടെ ദുഃഖത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തലങ്ങളിലെത്തിയവർക്ക് അപ്പം സംസാരത്തിൽ ജാഗ്രതമല്ലെങ്കിൽ ഉപദേശം ആർക്ക് നൽകും, ആര് നൽകും എന്ന ചോദ്യം വരുമ്പോഴാണ് പ്രാണികളുടെ ദുഃഖത്തിൽ അവർക്ക് കൃപയുണ്ടാകുന്നു. ആ കൃപ കൊണ്ട് അവർ ഉപദേശിക്കാൻ എടുക്കുന്നത്. കൃപാം കരോതീതി കൃപണഹ എന്ന അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട് കൃപയെ. അതും അല്പമുണ്ടെന്ന് ഓർത്തോണം. കൃപയെ പരമമായ കൃപയിലേക്കും കൊണ്ടുപോകാൻ അതാണ് കൃഷ്ണൻ അവിടെ ചെയ്തത്. ആ ഉപദേശത്തിന് ഒരുങ്ങിയത്. അർജുനൻ അതിലെ പെട്ടപ്പോഴാണ് സംശയവും വന്നത്. അപ്പൊ ഈ രണ്ട് തലവും ഓർത്തോ. അപ്പോ ദുഃഖം ബാധിക്കുന്നില്ലെങ്കിൽ എന്തു ദയ? സംസാരമുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖം ജ്ഞാനത്തിന്റെ ഈ ഭൂമികയിൽ എത്തുമ്പോൾ ആ എത്തിയവനെ ബാധിക്കുന്നു എങ്കിൽ മാത്രമേ ദയയുള്ളൂ. ഇല്ലെങ്കിൽ ദയയ്ക്കും പ്രസക്തിയില്ല. ഭൂതദയൊക്കെ ഇവിടം വരെയുള്ളൂ. ഇവിടെയും ശിഷ്യന്റെ യോഗ്യതയും അയോഗ്യതയും എല്ലാം ഗുരു വിചാരിക്കുന്നു. അധികാരി അനധികാരി എന്നിവരുടെ വിവേചനവും ഗുരു നടത്തുന്നു. ഈ ദ്വൈതങ്ങളെല്ലാം സംഭാവ്യമാണ്. കാരണം ഇതിന്റെ വ്യതിയാനങ്ങളെല്ലാം സംഭവ്യമാണ്. അതുകൊണ്ടാണ് ശങ്കരൻ പതിവായി പഠിപ്പിക്കും. 8 മണിക്ക് ക്ലാസ് തുടങ്ങും എന്ന് വിചാരിക്കാം. ഒരു ഉദാഹരണം. അന്ന് അത്ര മണിക്കാ തുടങ്ങിയൊന്നും നമുക്ക് നിശ്ചയമില്ല. വെളുപ്പിനെ ആയിരിക്കും, ബ്രാഹ്മമുഹൂർത്തത്തിലായിരിക്കും. ഇത് നമ്മുടെ ഇന്നത്തെ നിലയ്ക്കൊക്കെ
ഒരു 8 മണിയാകുമ്പോഴേ എല്ലാവരും എത്തുള്ളൂ, അങ്ങനെയല്ലേ? അതുകൊണ്ട് നമുക്ക് 8 മണിക്ക് തുടങ്ങാം എന്നാണ് എന്നോടൊക്കെ ചോദിച്ചാൽ ഞാനൊക്കെ പറയുന്നത്. ഇതിന് കാരണം 7:30 ഞാൻ ഉണരുള്ളൂ. അതുകൊണ്ട് എളുപ്പത്തിൽ പറയാമെന്ന് വെച്ചാൽ ആളുകളൊക്കെ ഇടും ഇപ്പോൾ കിടന്നുറങ്ങായിരിക്കും, അവരെ ശല്യപ്പെടുത്തുമൊന്നും വേണ്ട. ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കും. എന്നാലും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. ഇനി പിന്നെ കൂടെയുള്ളവൻ ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിന് അർത്ഥമുണ്ട്. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇന്ത്യയിലല്ല കിടന്നത്, മാനസികമായി കുറച്ചുകൂടെ പടിഞ്ഞാറാണ് കിടന്നത്. അപ്പൊ അവിടുത്തെ ബ്രഹ്മമുഹൂർത്തം വെച്ച് എഴുന്നേറ്റതാണ്. ഇങ്ങനെയൊക്കെ ശാസ്ത്രം ഞങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയുള്ള സാധനമാണ്. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും അങ്ങനെ പഠിക്കും. അങ്ങനെ പഠിച്ചാൽ ഇത് പഠിക്കുകയില്ല. ശാസ്ത്രം കേവലവും ഞാൻ വാസനാബദ്ധവുമാണ്. ആ വാസനകൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു പോകണം, എങ്കിലേ പഠിക്കൂ, ഇല്ല പഠിക്കില്ല. ഇത് നല്ലപോലെ ഓർക്കണം. ശാസ്ത്രം ഒരിക്കൽ പോലും ഒരു കവചമല്ല. ശാസ്ത്രം വഴിയും വെളിച്ചവുമാണ്. എല്ലാ കവചങ്ങളെയും അത് പൊട്ടിച്ചു കളയുന്നതാണ്. സഹസ്രകവചനായ മനുഷ്യൻ അവന്റെ കവചങ്ങളെല്ലാം പൊട്ടിച്ചു ചെല്ലുമ്പോഴാണ് ഏക കവചനായി രംഗപ്രവേശം ചെയ്യുന്നത്. അതും ദാനസമുദ്ധരണത്തിൽ വെച്ച് കൈയൊഴിയാൻ തയ്യാറായാൽ കർണനവാഴിതെ. കർണൻ പൂർവ ജന്മത്തിലെ സഹസ്ര കവചനാണ്, നമ്മളും ഒക്കെ അതെ. ഒടുവിൽ ഏക കവചവും കൊണ്ടാണ് രംഗത്തെത്തുന്നത്. അത് ദാനം കൊണ്ടാണ് തന്നെ വിട്ടുപോയത്. താൻ കൊടുക്കാതെ തന്നെ വിട്ടുപോകില്ല. അഹംബുദ്ധിയുടെ അവസാനത്തെ കവചം അഴിച്ചു വെക്കുവാൻ മറ്റൊരാൾക്കാവില്ല, ശാപത്തിനുമാവില്ല. ആത്മരക്ഷയെപ്പോലും മറന്ന് ദാനം ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിൽ വെച്ച് മാത്രമേ മുക്തിയുടെ തലങ്ങളിലേക്ക് പോകാൻ സംസാരത്തിന്റെ സുബദ്ധമായ കവചം അഴിയുകയുള്ളൂ. ഇത് ഭംഗിയായി മഹാഭാരതം പഠിപ്പിക്കും. എല്ലാ കവചങ്ങളും പൊട്ടിക്കാം. അഹന്തയുടെ അവസാനത്തെ കവചം അത് 1000 കവചങ്ങളെക്കാൾ ശക്തിയുള്ളതാണ്. അത് പരിചയക്കാർക്കോ ബന്ധുക്കൾക്കോ പൊട്ടിക്കാനാവില്ല. അവരുടെ വാക്കുകളൊക്കെ അഹന്തയുടെ കവചത്തെ കട്ടികൂട്ടുകയുള്ളൂ. ഉപദേശങ്ങൾ ദുഷ്പ്രാപങ്ങളാണ്. എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദാനശീലം കൊണ്ട് അവരിലേക്ക് നിങ്ങളുടെ സ്വത്വത്തെ സന്നിവേശിപ്പിക്കുന്നു, സ്വസ്വത്വ നിവൃത്തി, പരസ്വത്വാപാദനം ദാനം, അന്നഴിയുന്ന നിങ്ങളുടെ കവചങ്ങൾ അഴിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് സംസാരകാരിണിയായ അവിദ്യ അമ്പുകളേറ്റ് വീഴുന്നതും പ്രണവമുണരുന്നതും നിങ്ങൾ മുക്തനാവുന്നതും. ഇല്ലെങ്കിൽ അതുണ്ടാവില്ല. ആലങ്കാരിക ഭാഷയിൽ ആചാര്യന്മാർ അവതരിപ്പിച്ചിട്ടുള്ള ഈ സമുജ്വലമായ സത്യം സത്വാവസ്ഥയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് നേരിട്ട് കാണാം. അതുകൊണ്ട് യോഗ്യത അയോഗ്യത, അധികാരി അനധികാരി, ഇവയുടെ എല്ലാം വിവേചനം നടത്തുന്നത് സംസാരത്തിൽ നിന്നാണ്, ബ്രഹ്മത്തിലേക്ക് ചേർന്നു നിന്നാണ്. ഈ ദ്വൈതങ്ങളെല്ലാം സംഭവമാണ്. അപ്പോൾ അദ്വൈത സാക്ഷാത്കാരം എപ്പടി, എങ്ങനെയാണ് അദ്വൈത സാക്ഷാത്കാരം കിട്ടുക? അവിടെയാണ് അദ്വൈതം കൊണ്ട് ദ്വൈതബാധയെല്ലാം പോവുകയാണ്. ഇവിടെ ദ്വൈതങ്ങളുണ്ട്. അധിഷ്ഠാന സാക്ഷാത്കാരം കൊണ്ട് ആരോപ്യ നിവൃത്തി സാധിക്കുന്നു. അധിഷ്ഠാനം ആരോപം, ആരോപമാണ് ഈ സംസാരം. അധിഷ്ഠാനമാണ് ബ്രഹ്മം. അതിൽ നിൽക്കുകയും ആരോപിച്ച സംസാരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ
അധിഷ്ഠാന സാക്ഷാത്കാരത്തിലാണ് നിലകൊള്ളുന്നതെങ്കിൽ ആരോപ്യം ഭാവന മാത്രമാണ്. ഇതാണ് അതിനുത്തരം. അങ്ങനെയാണ് ഉപദേഷ്ടാക്കളായ ഈ ആചാര്യന്മാരെല്ലാം ഇത് പഠിപ്പിച്ചു തരുന്നത്. അവരെങ്ങനെയാണ് ഈ രണ്ടും കൂടെ കളിക്കുന്നത്, അതിൻ്റെ കളി ഇതാണ് എന്നറിഞ്ഞാൽ ഒരു ശാന്തി കിട്ടും പഠിക്കാൻ. അല്ലെങ്കിൽ നമ്മളുടെ സംസാരവും അവരുടെ സംസാരം നിഴല് പോലെയേ ഉള്ളൂ, നമ്മുടെ സംസാരം നിഴല് പോലെയല്ല. നമ്മൾ അതിൽ അഹംബുദ്ധിയിൽ ചെന്ന് വീഴും. ഒരു കാഴ്ചയിൽ അവർ പ്രതികരിക്കുന്നതും നമ്മൾ പ്രതികരിക്കുന്നതും ഒരുപോലല്ല. അത് ഈ ടി വിയിലൊക്കെ കാണാം. ചിലപ്പോൾ ചില പരമഗുരുക്കന്മാരെയും അവരുടെ ശിഷ്യന്മാരെയും കൂടി ഇരുത്തും. ചിലപ്പോൾ ചില പരമഗുരുക്കന്മാരെയും അവരുടെ സെക്രട്ടറിയും കൂടി ഇരുത്തും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ. പരമഗുരുക്കന്മാരുടെ പ്രമാണങ്ങളും പരമഗുരുക്കന്മാരുടെ വാക്കുകളും ഹൃദയാവർജകങ്ങളാകുമ്പോൾ അവർ പറയാൻ തുടങ്ങുന്നതിന് വ്യാഖ്യാനവും നൽകി ശിഷ്യനോ സെക്രട്ടറിയോ ഒക്കെ ഉണരുമ്പോൾ കേട്ടിരിക്കുന്നവന് ചൊറിയാൻ തുടങ്ങും. കണ്ടിട്ടില്ല? ഒരുപാടെണ്ണമുണ്ട്. ഞങ്ങളുടെ ഗുരുക്കന്മാരൊക്കെ ആരോടെങ്കിലും വർത്തമാനം പറയുമ്പോൾ അവരുടെ അടുക്ക പോയി ഞങ്ങളിരിക്കും. ഗൃഹസ്ഥന്മാരും അവരിലൊക്കെ വരും. ഇവർ വളരെ സൗമ്യമായി വർത്തമാനം പറയുമ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് ദേഷ്യം തുടങ്ങി. കാരണം ഗുരു താഴെ ഇരുന്നു, വന്നവനെ മുകളിലിരുത്തി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല. ഞങ്ങളുടെ ഗുരു മുകളിലിരിക്കേണ്ടതാണ്. കാരണം അങ്ങേരിപ്പം മുകളിലിരുന്നാൽ മാത്രമേ നാളെ ശിഷ്യന്മാരുടെ കാര്യമല്ല ഇവിടെ. അങ്ങേരിപ്പം വന്നവന്റെ മുകളിൽ ഇരുന്നാൽ മാത്രമേ നാളെ എനിക്കും ഇരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? അങ്ങേര് ഇങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞാൽ ഇതുപോലെ എനിക്ക് നാളെ വർത്തമാനം പറയാൻ പറ്റുമോ? ഇങ്ങനെയുള്ളൊരു രീതി. ഈ രീതിയാണ് ലോകത്തെ എന്നും കൊണ്ടുപോകുന്നത്. ഇതിന് ഉപദേശത്തിന്റെ തലങ്ങളിൽ ഉപദേഷ്ടാക്കളായ ഗുരുക്കന്മാർ താഴേക്കും മുകളിലേക്കും എങ്ങനെ പോകുന്നു. സത്വാവത്തിയുടെ ഈ വർണ്ണന തീർന്നിട്ടില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതൊക്കെ ഞാൻ എടുത്തതാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഈ ദ്വൈതങ്ങളെല്ലാം സംഭവമാണ്. അപ്പോൾ അദ്വൈത സാക്ഷാത്കാരം എപ്രകാരം എന്നെഴുതിയാൽ മതി. അപ്പോൾ അദ്വൈത സാക്ഷാത്കാരം എപ്രകാരം, അടുത്തവണ ആവർത്തിക്കാതിരിക്കാൻ. സത്വാപത്തി വർണ്ണന, അതിൽ അദ്വൈത സാക്ഷാത്കാരം എപ്രകാരം. അടുത്ത ക്ലാസ് ഇന്ന് അവസാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹരി ഓം ഹരി.